ശ്രീമദ് ഭാഗവതം ക്ലാസ് 262 സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 60-ാമത്തെ അധ്യായം. ഇവിടെ ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള പ്രണയ കലഹമാണ്. അതായത് ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും അതിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് വിവരിക്കുന്നത്. അല്ലാതെ അതുപോലെ ഫോളോ ചെയ്യാനൊന്നും പറയുന്നൊന്നുമല്ല. ഭഗവാന്റെ ജീവിതത്തിൽ പോലും ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഭഗവാൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മളെല്ലാം ആ ശ്രീഹരിയും സ്ത്രീകളാണെങ്കിൽ ഈ കാര്യത്തിൽ, ദാമ്പത്യപരമായ കാര്യത്തിൽ നമ്മളെല്ലാം പുരുഷൻ, ശ്രീഹരിയാണെങ്കിൽ, കൃഷ്ണനാണെങ്കിൽ മറ്റേത് ഭഗവതിയാണ്, സ്ത്രീകൾ. അപ്പോൾ ആ രൂപത്തിലാണ് അവരുടെ അംശമായിട്ടാണ് അവതരിച്ചിട്ട് ഈ ലീലകൾ, മായാലീലകളെല്ലാം ആടുന്നുണ്ട്. ആ ലീലയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രണയ കലഹം. ആ നിലയിൽ കണ്ടുകൊണ്ട് അപ്പം രണ്ട് തരത്തിൽ ഇതിനെ കാണാം. ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിലുള്ള പ്രണയ കലഹവും, അതേസമയം ഭാര്യ ഭർത്താക്കന്മാർ എന്നതിന് കവിഞ്ഞ് ഭർത്താവ് എന്നത് ശ്രീഹരിയും ഭാര്യ എന്നത് ദേവിയുമാണ്. ആ നിലയിൽ, അല്ലെങ്കിൽ എല്ലാം ശ്രീഹരിയാണ്. ആ നിലയിലെല്ലാം ഉള്ള പരാമർശം എല്ലാം ഇടകലർന്നിട്ടാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുക. അപ്പം നമുക്കതിലേക്ക് കടക്കാം. ഒന്നിൽ ശ്രീ ശുകൻ പറയുകയാണ്, ഒരിക്കൽ തൻ്റെ ശയ്യയിൽ കിടന്നുറങ്ങുന്ന ജഗത് പിതാവായ, അപ്പോൾ ശ്രീഹരി എന്ന നിലയിലാണ് അവിടെ തുടങ്ങുന്നത് തന്നെ. ജഗത്തിൻ്റെ പിതാവായ ശ്രീഹരിയാണ്. പതിയെ, അപ്പോൾ പതി എന്ന് പറഞ്ഞ ഭർത്താവ് എന്ന നിലയിൽ ഇവിടെ, പക്ഷേ ആ ജഗത്തിൻ്റെ പിതാവ് പതി എന്ന രൂപത്തിൽ ഇവിടെ കിടക്കുകയാണ്. തോഴിമാരോടുകൂടി രുക്മിണി, അതെല്ലാം മറ്റേ രാജാക്കന്മാർക്ക് അവരുടെ കുടുംബത്തിലെ പറ്റുകയുള്ളൂ, വിശറിയാൽ വീശിക്കൊടുത്ത് പരിചരിക്കുകയായിരുന്നു. എന്നിട്ട് 2 ലീലക്കായി, ഇതെല്ലാം ലീലകളാണ്, ഈ ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നവനും ജന്മരഹിതനുമായ ആ ഈശ്വരൻ, അവൻ ജനിക്കാത്തവനുമാണ്. അപ്പോൾ ആ നിലയിലെല്ലാം പറയുമ്പോൾ നമ്മൾ ശ്രീഹരി ഇവരുടെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ആ ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരുടെ ആക്ട് ചെയ്യുന്ന ആ ശക്തി വിശേഷം എന്ന നിലയിൽ കാണണം. ആ ശ്രീഹരി ധർമ്മപാലത്തിനായാണ് യാദവരുടെ ഇടയിൽ അവതരിച്ചത്. അപ്പൊ യാദവരുടെ ഇടയിൽ കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചത് ജനിച്ചവനൊന്നുമല്ല, പക്ഷേ അവിടെ യാദവരുടെ ഇടയിൽ ആ ശക്തി വിശേഷം ആക്ട് ചെയ്യുന്നുണ്ട്. ആരിലൂടെ? ചില വ്യക്തികളിലൂടെയല്ല, യാദവരുടെ ഇടയിലെല്ലാം ആക്ട് ചെയ്യുന്ന ആ ശക്തി വിശേഷം, അവരിലൂടെയാണ് ആ ശക്തി വിശേഷം ആക്ട് ചെയ്യുന്നത്. അപ്പം ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ പറയുമ്പോൾ തന്നെ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട് ഇടക്കിടക്ക്. യഥാർത്ഥത്തിൽ ഇത് ശ്രീഹരിയാണ്, യാദവരിലൂടെ എല്ലാം ആക്ട് ചെയ്യുന്ന ശക്തി വിശേഷമാണ്. അതേസമയം ഇവിടെ ഭാര്യ ഭർത്താവ് എന്ന നിലയിലും അതും ശ്രീഹരി തന്നെയാണ്. പക്ഷേ ഭൗതിക ലോകത്തിൽ മായയിലകപ്പെട്ടുകൊണ്ട് അംശങ്ങളായിട്ടും കാര്യങ്ങൾ പറയാം. അപ്പം രണ്ടും ചേർത്തുകൊണ്ട് പറയുകയാണ്. അപ്പം നമ്മൾ ജീവിതത്തിലേക്കുള്ളത് വരുന്നിടത്താവുമ്പോൾ എടുക്കുമ്പോഴും ശ്രീകൃഷ്ണനായിട്ടും അല്ലെങ്കിൽ ആ ശക്തിയായിട്ടൊന്നും കണ്ടേക്കരുത്. ആ ശക്തി നമ്മളിലൂടെ ആക്ട് ചെയ്യുന്നു എന്ന നിലയിൽ തന്നെ ഇതിനെ എടുക്കണം. എന്നിട്ട് 3 മുതൽ 6 വരെ മുത്തുമാല, രത്നങ്ങൾ, ദീപങ്ങൾ, മൂലാവയിൽ അലങ്കരിച്ച മുറി. അപ്പം കൃഷ്ണൻ കിടക്കുന്ന മുറിയുടെ വർണ്ണനയാണ്. മുത്തുമാലയും രത്നങ്ങളെല്ലാം പതിച്ചിട്ടുണ്ട്, ദീപങ്ങളെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അലങ്കൃതമായ മുറിയിൽ ജനലിലൂടെ എന്ത് വരുന്നുണ്ട്? ചന്ദ്രൻ്റെ തെളിഞ്ഞ പ്രകാശ കിരണങ്ങൾ പതിക്കുന്നുണ്ട്. ഉദ്യാനത്തിലെ പരിമളമെല്ലാം ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. പതിക്കുന്ന ആ സമയത്ത് രുക്മിണി തൻ്റെ ശയ്യയിൽ ആ നാഥനെ
ഉപചരിച്ചു. അപ്പം ശയ്യയിൽ ആരും ഉണ്ട്? രുക്മിണിയും ഉണ്ട്. രുക്മിണി അപ്പോൾ ആ തോഴിയുടെ കയ്യിൽ നിന്നും വെഞ്ചാമരം വാങ്ങിയിട്ട് അവൾ തന്നെ വീശാൻ തുടങ്ങി. എന്നിട്ടോ മോതിരങ്ങളാലും മോതിരങ്ങളാലും വളകളാലും ഉള്ള കൈകൾ കൊണ്ടാണ് വീശുന്നത്. അപ്പോൾ എന്ത് പറ്റും? വള കിലുക്കമുണ്ടാകും. അവരുടെ വസ്ത്രത്തെ പറ്റി പറയാണ്. വസ്ത്രാഞ്ചലം കൊണ്ട് മറക്കപ്പെട്ട കൊങ്കത്തടത്തിലെ, എപ്പോഴും പറയുമ്പോൾ അവിടത്തേക്ക് കൊങ്കത്തടത്തിലെ കുങ്കുമത്താൽ ചുമന്ന മുത്തുമാലയുടെ ശോഭയാലും, അപ്പം അവിടെയുള്ള കുങ്കുമം പറ്റി ആ കുങ്കുമം കൊണ്ട് മുത്തുമാല എല്ലാം ചോദിച്ചിട്ടുണ്ട്. അരക്കെട്ടിലെ രത്നങ്ങളാൽ, അമൂല്യ രത്നങ്ങളെല്ലാം അരക്കെട്ടിൽ ഇങ്ങനെ ബെൽറ്റ് മാതിരിയെല്ലാം ഉൾട്ടിട്ട് തന്നെയാണ് ഉള്ളത്. ഭഗവാന്റെ സമീപം വിരാജിച്ചു. അപ്പം എല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നീട്ടിയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ച് ചുരുക്കിയിട്ടുണ്ടാവും. യാതൊരുവൾ 9 യാതൊരുവൾ ലീലഹേതുവായി തനിക്ക് അനുരൂപയായ മനുഷ്യദേഹം ധരിച്ച് മനുഷ്യ ദേഹം ധരിച്ച രൂപത്തോടു കൂടിയായിരിക്കുന്നുവോ, യാതൊരുവൾ ലീലഹേതുവായിട്ട് തനിക്ക് അനുരൂപമായ മനുഷ്യദേഹം ധരിച്ച രൂപത്തോടു കൂടി ഇരിക്കുന്നുവോ, അവള് എനിക്ക് മനുഷ്യരൂപമായിട്ട് രൂപം ധരിച്ചിട്ട് വന്നിരിക്കുകയാണ്. ആര്? ഈ രുക്മിണി. അതാര് തന്നെയാണ്? മഹാദേവി തന്നെയാണ് രുക്മിണിയായിട്ട് വന്നിരിക്കുന്നത്. ആ ലക്ഷ്മി ദേവി ആരാണ്? ലക്ഷ്മി ദേവി തന്നെയാണ് ഈ രുക്മിണിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. മഹാലക്ഷ്മി എന്ന് പറയുന്നത് വിരാട രൂപത്തിലെ പ്രപഞ്ചം മുഴുവൻ, ഈ എത്രയോ കണ്ണെത്താത്ത ദൂരം മുഴുവൻ വ്യാപിച്ചു കിടന്ന ശ്രീഹരിയുടെ മാറിലാണ് മഹാലക്ഷ്മി ഉള്ളത്. പക്ഷെ ഭൂമി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അറ്റത്ത് ഒരു പൊടി പോലാണ് ഉള്ളത്. അവിടെ അപ്പം മഹാലക്ഷ്മിയാണ് അവിടെ ശ്രീഹരി കൃഷ്ണനായിട്ടും രുക്മിണിയായിട്ടും വന്നിരിക്കുന്നത്. അപ്പം പിന്നെന്താ കുഴപ്പം? നമ്മൾ രണ്ടായിട്ട് കാണുമ്പോഴേ കുഴപ്പമുള്ളൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ അംശം തന്നെയാണ്. ആ ലക്ഷ്മി ദേവിയും തന്നെയല്ലാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ കുറുനിര കുണ്ഡലങ്ങളാലുമെല്ലാം പ്രശോഭിക്കുകയാണ്. അപ്പോൾ ആ ലക്ഷ്മി ദേവി തന്നെയാണ് മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നത്? പരിചരിച്ചുകൊണ്ട് ഇവിടെ എല്ലാ ആടയാഭരണങ്ങളും അടിഞ്ഞുകൊണ്ട് പ്രശോഭിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള മുഖകമലത്തോടെ ഇരിക്കുന്ന രുക്മിണിയെ കണ്ടിട്ട് സന്തോഷിച്ച് പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ലക്ഷ്മി ദേവിയുടെ അംശം തന്നെയാണ് ആ രുക്മിണി. തന്നെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള അവളുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലയോ രാജപുത്രി, 10 അല്ലയോ രാജപുത്രി, രാജാവിൻ്റെ പുത്രിയാണ്. ഇന്ദ്രാദി ദേവകളും ഐശ്വര്യം ചേർന്ന പ്രഭാവശാലികളും ധനാഢ്യരും സൗന്ദര്യവും ധീരതയും തികഞ്ഞവരുമായ രാജാക്കന്മാർ ഭവതിയെ ആഗ്രഹിച്ചിരുന്നു. അതായത് ഇന്ദ്രാദി ദേവകളടക്കം എല്ലാ പല രാജാക്കന്മാരും, എല്ലാം തികഞ്ഞ രാജാക്കന്മാര് ഭവതിയെ ആഗ്രഹിച്ചിരുന്നു. 11-12 സുന്ദരി എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്.
അച്ഛനും ജ്യേഷ്ഠനും വാഗ്ദാനം ചെയ്ത ഭവതിയുടെ യാചകന്മാരായി കാമോന്മത്തത്താൽ വന്ന ശിശുപാലാദികളെ, അപ്പം അച്ഛനും സഹോദരങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ട് അവരെ വാഗ്ദാനം കൊടുത്തിരുന്നു. ആർക്ക്? ശിശുപാലാദികൾക്ക്. അവരെല്ലാം യാചിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. കാമോന്മാദത്താൽ യാചിച്ചുകൊണ്ട് കല്യാണം കഴിക്കാനായി വന്നവരാണ് ഈ ശിശുപാലാദികളെയെല്ലാം. അവരെയെല്ലാം തള്ളിക്കളഞ്ഞ് ചേർച്ചയില്ലാത്ത രാജാക്കന്മാരെ ഭയന്ന് ക്ഷേത്രമധ്യത്തിൽ അല്ലെ സമുദ്രമധ്യത്തിൽ ശരണം പ്രാപിച്ച അങ്ങനെയുള്ള അച്ഛനും സഹോദരങ്ങളും കൊണ്ടുവന്ന ശിശുപാലാദികളെ എല്ലാം തള്ളിക്കളഞ്ഞിട്ടാണ് ചേർച്ചയില്ലാത്തതും രാജാക്കന്മാരെ ഭയന്നിട്ട് സമുദ്രത്തിൻ്റെ എല്ലാം മധ്യത്തിൽ ഒരു ദ്വീപ്, ഒരു കൊട്ടാരം പടിഞ്ഞിട്ട് അങ്ങനെ താമസിക്കുന്ന എന്നെ ശരണം പ്രാപിച്ച രാജാക്കന്മാരെല്ലാം ഭയന്നിട്ട് ശരണം പ്രാപിച്ച. മധുര സൃഷ്ടിച്ചെന്തിനാണ്? അവിടെ ആക്രമിക്കുന്നതുകൊണ്ട് ജനങ്ങളെയെല്ലാം കൂട്ടിയിട്ട് അത്തരത്തിലല്ലേ താമസിക്കുന്ന. ബലവാന്മാരോട് വിരോധിയായ എനിക്കാണെങ്കിൽ എല്ലാ ശൂരവീര പരാക്രമികളോടും വിരോധിയാണ്. പിന്നെയോ ഏറെ സമയവും രാജസിംഹാസനത്തെ കളഞ്ഞ, അധിക സമയം ഞാൻ രാജസിംഹാസനം ഭരണത്തിലൊന്നും ഇരിക്കില്ല, ആരും വിട്ടിട്ട് ഞാൻ അങ്ങനെ നടക്കുകയാണ്. അപ്പം എപ്പോഴും ബലവാന്മാരോട് വിദ്വേഷം കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ഞാൻ. പേടിച്ചിട്ട് ഇന്നടുത്ത് താമസിക്കുകയാണ്. അധിക സമയം ഭരണത്തിലൊന്നും ഇരിക്കില്ല, ഇറങ്ങിപ്പോകുന്ന പരിപാടിയാണ്. ഭരണമൊന്നും നടത്തുന്നതിനൊന്നും താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഭവതി എന്നെ ഭർത്താവായി സ്വീകരിച്ചത്? ഇനി 13 സുന്ദരി വ്യക്തമല്ലാത്ത നടപടിയോടും, എൻ്റെ നടപടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തതയൊന്നുമില്ല, എന്താണ് നാളെ ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു പിടിയുമില്ലാത്തൊരു കക്ഷിയാണ്. ബാക്കിയുള്ള മനുഷ്യരെന്നെല്ലാം പറയുന്നത് ഡയറിയെല്ലാം എഴുതിയിട്ട് ഇന്ന സമയം ഇന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് പ്ലാൻ ചെയ്തിട്ട് പോകുന്നവരാണ്. എൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തതയുമില്ല, എന്താണ് നാളെ ചെയ്യുന്നതെന്നുള്ളൂ ഒരു വ്യക്തതയില്ലാതെ പോക്കാണ് എൻ്റെ പോക്ക്. ലോകമര്യാദ വിട്ട മാർഗത്തെ അനുസരിക്കുന്നവനുമായ പുരുഷന്മാരുടെ മാർഗത്തെ, ലോകമര്യാദകളൊന്നും പാലിക്കൊന്നുമില്ല. ലോകം എങ്ങോട്ടാണ്, വടക്കോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ തെക്കോട്ടേക്കാണ് പോകുന്നത്. അപ്പം ലോകമര്യാദകളെ, ലോക ആചാരങ്ങളെയെല്ലാം ലംഘിച്ചുകൊണ്ട് പോകുന്ന പുരുഷന്മാരുടെ മാർഗത്തെ അനുവർത്തിക്കുന്ന സ്ത്രീകൾ അധികപക്ഷവും കഷ്ടപ്പെടുന്നതാണ്. അതായത് കാലത്തിനൊത്തു പോകാതെ വലിയ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഈ വ്യക്തി. അതേപോലെ തന്നെ എല്ലാവരും പോകുന്ന ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല ഇങ്ങേരെ വഴിക്കാണ് പോവുക. അങ്ങനെ ഉള്ള വ്യക്തികളുടെ കൂടെ പോകുന്ന സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും? എപ്പോഴും കഷ്ടപ്പാടായിരിക്കും. അല്ലാത്ത ഒഴുക്കിനൊത്ത് പോകുന്ന കക്ഷിയാണെങ്കിൽ സുഖമായിട്ടങ്ങ് പോകാം. ഇത് തെളിച്ച വഴി പോവില്ല, അല്ലാത്ത വഴിയിലൊക്കെയാണ് പോവുക. സ്വന്തം ഇഷ്ടത്തിന് ഏതെല്ലോ വഴിയിലൂടെ പോകും, പുതിയ പുതിയ വഴികളിലൂടെ. അങ്ങനെയുള്ള പുരുഷന്മാരുടെ കൂടെ ജീവിച്ചാൽ എന്തായിപ്പോ ദാരിദ്ര്യവും കഷ്ടപ്പാടും എല്ലായിരിക്കും. ഹേ സുന്ദരി 14 ഞാൻ സ്വയം നിർധനനാണ്. എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, സ്വത്തൊന്നും ഭാര്യ കൂട്ടിയിട്ടൊന്നുമില്ല, പ്രോപ്പർട്ടിയിലും ഒന്നുമില്ല, ഞാൻ നിർധനനാണ്. നിർധനന്മാരുടെ സ്നേഹിതനുമാണ്. എൻ്റെ കൂട്ട് എന്ന് വെച്ചാലും എന്നാൽ പിന്നെ പണമില്ലെങ്കിലും വല്ലവൻ്റെയും മണിയടിച്ചിട്ട് പണക്കാരുടെ പിന്നാലെ, നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? പണമില്ലെങ്കിൽ പണക്കാരൻ്റെ പിന്നാലെ അവരെയും സോപ്പടിച്ച് പിന്നാലെ അവരെ ശിങ്കിടികളായിട്ട് നടക്കും. ഞാനാണെങ്കിൽ നിർധനന്മാരുടെ പിന്നാലെ പോകുന്നവനാണ്. കൃഷ്ണൻ്റെ സ്വഭാവമാണ് എടുത്തു പറയുന്നത്. എനിക്ക് നിർധനരായിട്ട് നാട്ടിൽ ആരുണ്ട് പാവങ്ങൾ കഷ്ടപ്പെടുന്നവർ,
അവരുടെ കൂടെ, അതാണ് ആട്ടിടയന്മാരുടെ കൂടെയാണ് കൃഷ്ണൻ്റെ പോക്ക്. ഞാൻ നിർധനന്മാരുടെ സ്നേഹിതനാണ്. അതിനാൽ ധനികന്മാർ മിക്കവരും എന്നെ സേവിക്കാറില്ല. അതുകൊണ്ട് പണമുള്ള ആൾക്കാരൊന്നും എന്നെ സേവിക്കില്ല. അപ്പൊ ഇന്നുള്ള പണക്കാർ മുഴുവൻ ഈശ്വരന്റെ പിന്നാലെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഈ കൃഷ്ണനല്ല, അത് വേറെ ഏതോ ആണ് അവർ ആരാധിക്കുന്നത്. ഇന്ന് എന്ന് പറഞ്ഞാൽ പണക്കാര് അമ്പലങ്ങൾ ഭയങ്കര പണമെല്ലാം ചെലവിട്ടിട്ടുണ്ടാക്കി വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടും. വലിയ പണക്കാരായിരിക്കും. കള്ള് കച്ചവടം എല്ലാം നടത്തിയിട്ട് കുറേ കിട്ടുമ്പോൾ കള്ളക്കടത്ത് നടത്തിയ കക്ഷിയാണെങ്കിലും വേണ്ടിയില്ല, അവസാനം അമ്പലം വലിയ പണിത് കൊടുക്കും. കണ്ടിട്ടില്ലേ, ഏതോ ഒരു കേസിൽ പെട്ടിട്ട് വിദേശത്തേക്ക് ഇപ്പോൾ ആരോ ഒളിച്ചു കിടക്കുന്ന ഒരു കക്ഷിയല്ലേ നമ്മളെ ക്ഷേത്രത്തിന് സ്വർണത്തിൻ്റെ തകിടെല്ലാം വാങ്ങാൻ എത്രയോ കിലോ സ്വർണം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്തൊന്നും ഞാൻ ഇരിക്കാറില്ല, അവരാരാധിക്കുന്നിടത്തൊന്നും എന്നെ സേവിക്കാറില്ല. ഇതിനെല്ലാം വലിയ അർത്ഥങ്ങളുണ്ട്. പണത്തിൻ്റെ പിന്നാലെ പോകുന്ന, അതുകൊണ്ടാണ് ഇപ്പം ക്ഷേത്രങ്ങളെല്ലാം സ്വർണങ്ങളും വൈഡൂര്യങ്ങളെല്ലാം പതിക്കുമ്പോഴാണ് ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ കോടികളെ ആയിരിക്കണം. എന്നിട്ട് ആരാധിക്കുക. അവരൊന്നും എന്നെയല്ല ആരാധിക്കുന്നത്, വേറെ ഏതോ പേരും പറഞ്ഞിട്ട് ആരാധിക്കുകയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ അവരുടെ കൂടെയൊന്നും ഇല്ല. ഭാഗവതം ശരിക്ക് അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ വെറുതെ എന്താ കണ്ടില്ലേ, നമ്മൾ എന്തെല്ലോ ക്രിമിനൽ കേസ് പോയിട്ട് ജയിലിലോ മറ്റോ കിടക്കുന്നവര് സ്വർണങ്ങൾ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ആർക്ക്? ഈശ്വരൻ. ഏതോ ഒരു സിനിമയില് കള്ളക്കടക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാതെയായിരിക്കുകയാണ്, ഇനിയിപ്പോൾ ഈശ്വരൻ മാത്രമാണ് ഒരാശ്രയം. ഇതെല്ലാണ് ധാരണ. അങ്ങനെയുള്ളവർ പണം കെട്ടിയിട്ട് വലിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആൾക്കാരവിടെ ചാടിപ്പോവുകയാണ്. കാരണം അത് ഇന്നാളുടെ അമ്പലമാണ്. അത് പണത്തിൻ്റെ പിന്നാലെ, ആ പണത്തിൻ്റെ കെട്ടിടത്തിൻ്റെ മഹിമ നോക്കിയിട്ടാണ് ഈശ്വരനെ ഇരിക്കുന്നത്. യാദവർ 11 യാതൊരുവർക്കാണോ ധനവും ജാതി പ്രഭുത്വം ആകൃതി എന്നിവയും ജാതകാനുഭവവും തമ്മിൽ അന്യോന്യം ചേർന്നിരിക്കുന്നത്, അവർ തമ്മിലുള്ള വിവാഹവും സ്നേഹബന്ധവുമാണ് നന്ന്. ധനമുള്ളവരെ കെട്ടുവെക്കുക, ജാതികൾ നോക്കിയിട്ട് ജാതി കെട്ടുക, പ്രഭുത്വം നോക്കിയിട്ട് പ്രഭുത്വം നോക്കുക, ആകൃതി നോക്കിയിട്ട് ആകൃതിക്കനുസരിച്ചിട്ടുള്ളത്, ജാതകം നോക്കിയിട്ട് ജാതകത്തിലുള്ള, ഇവെല്ലാം അന്യോന്യം ചേർന്നിരിക്കുന്നത് അവർ തമ്മിലുള്ള വിവാഹവും സ്നേഹബന്ധവുമാണ് നന്ന്. ഉത്തമാർദ്ധമന്മാർ തമ്മിലുള്ളത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ പണത്തിൻ്റെ പിന്നാലെ പോയുള്ള കല്യാണം നല്ലതല്ല. അതിനെല്ലാം വലിയ അർത്ഥമുണ്ട്. അതെല്ലാം കച്ചവടമാണ്. നേരത്തെ തന്നെ പറഞ്ഞെന്താണ്? സമത്വസുന്ദരമായ ഒരു ലോകം, എല്ലാവരും ഒരുപോലെയാണ്, അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നു. പക്ഷെ ഈ അവസരങ്ങളിൽ ഇതൊന്നും ശാശ്വതമായിട്ട് പോവില്ല. പക്ഷേ ഇവിടെ രുക്മിണിയോട് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് പൈസയൊന്നുമില്ല, പക്ഷെ എന്താണ് എന്തിനാണ് ഇത് പറയുന്നത്? അവളുടെ മനസ്ഥിതി, അവൾ എങ്ങനെയാണ് അതിന് ഉത്തരം പറയുന്നത് നോക്കാം, ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലല്ല വേണ്ടത്. ഏതിനാണ് പ്രാധാന്യം വേണ്ടത്? ആ മനസ്സൈക്യമാണ് പ്രധാനം. പക്ഷെ മനസ്സൈക്യം അനുസരിച്ചിട്ട് കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. ഈ സമൂഹത്തിൽ പറ്റില്ല. നമ്മൾ പറയും എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ട്, ആരെയും കല്യാണം കഴിക്കാന്നതിട്ട് നമ്മൾ പോയിട്ട് ഒരു കളക്ടർ മോളെ, ഞാനൊരു പിച്ചക്കാരനാണ്, എന്നാൽ പിന്നെ കളക്ടർ മോളെ അങ്ങ് പ്രേമിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ നല്ല സ്വാതന്ത്ര്യം തന്നെയായിരിക്കും.
സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. അതൊന്നും അല്ല വേണ്ടത്. ഈ ഭേദഭാവങ്ങൾ ഉള്ളപ്പോൾ ഇതിങ്ങനെയേ പോകൂ. പക്ഷേ കൃഷ്ണൻ വിഭാവനം ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ലോകമല്ല. ഇനിയോ ഈ സംഗതി മനസ്സിലാക്കാതെ ദീർഘവിചാരമില്ലാതെ ഭവതിയ ഗുണഹീനനും ഭിക്ഷാടനക്കാരാൽ അനാവശ്യമായിട്ട് ആവശ്യമില്ലാതെ പാടിപ്പുകഴ്ത്തുന്നതുമായ ഞാൻ വരിക്കപ്പെട്ടു. ഈ സംഗതി ഒന്നും മനസ്സിലാക്കിയാൽ ചേരേണ്ടത്. അതൊന്നും മനസ്സിലാക്കാതെ നീ രാജകുമാരിയാണ്, എല്ലാം തികഞ്ഞ് ഞാനാണെങ്കിൽ ആരാണ് ദീർഘവിചാരമില്ലാതെയാണ് കെട്ടിയിരിക്കുന്നതെങ്കിൽ ഭവതിയാൽ എനിക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല. ഗുണഹീനൻ എന്ന് പറഞ്ഞാൽ ആ സ്വീകരിക്കത്തില്ല, ഒരു ഗുണവും ഇല്ല, നിർഗുണനാണ്. ഭിക്ഷാടനക്കാര് അതായത് തെണ്ടികളാണ് എന്നെ എന്തെല്ലോ ആണെന്ന് പറഞ്ഞിട്ട് പുകഴ്ത്തി നടക്കുന്നത്. കാരണം തെണ്ടികളുടെ കൂടിയാണ് അങ്ങേരെ നടത്തം. അതുകൊണ്ട് തെണ്ടികളെല്ലാം എന്തെല്ലോ അനാവശ്യമായിട്ട് എന്നെപ്പറ്റി പുകഴ്ത്തുന്നുണ്ട്. അതും കണ്ടുകൊണ്ട് നീ എന്നെ കെട്ടിയിരിക്കുകയാണ്, ഞാനെന്തെല്ലോ ആണെന്ന് വിചാരിച്ചിട്ട്. 17 ഈ ലോകത്തിലും പരലോകത്തിലും ശരിയായ ആഗ്രഹങ്ങളെ നേടിത്തരുന്നതും അതിനനുയോജ്യമായ ഒരു ക്ഷത്രിയനെ ഇനിയെങ്കിലും ഭവതി ഭരിക്കുക. അതുകൊണ്ട് ഭവതി എന്ത് ചെയ്യണം? ഈ ലോകത്തിലും പരലോകത്തിലും എല്ലാം ആഗ്രഹം എല്ലാം സാധിപ്പിച്ചു തരുന്ന തനിക്ക് യോഗ്യതയുള്ള ഒരു ക്ഷത്രിയനെ, ഒരു ധീരനെ അന്ന് ഭവതി കല്യാണം കഴിച്ചു. ഇഷ്ടമുള്ള വെറുതെ എന്തിനാ എൻ്റെ ജീവിതം കളയുന്നതാണ് കൃഷ്ണൻ ചോദിക്കുന്നത്. എൻ്റെ പാട്ടിൽ പറയാണ്, സുന്ദരി, ശിശുപാലൻ, ശാല്യൻ, ജരാസന്ധൻ, ദന്തവക്രൻ എന്നു തുടങ്ങിയ രാജാക്കന്മാർ എന്നെ ദ്വേഷിച്ചു വരികയാണ്. അവരെല്ലാം എന്നോട് ദേഷ്യം പിടിച്ചിട്ട് ഇത്രയുള്ള നല്ല നല്ല രാജാക്കന്മാരാണ്. ഭവതിയുടെ ജ്യേഷ്ഠനായ രുക്മിയും അങ്ങനെ തന്നെ. അവർക്കെല്ലാം നിങ്ങളുടെ വേണ്ടപ്പെട്ട കക്ഷികളെല്ലാം അവർക്കെല്ലാം എന്നോട് ദേഷ്യമാണ്. ഒരിടത്ത് എന്നെ കണ്ണെടുത്ത് കണ്ടുകൂടാ, നിന്റെ ചേട്ടന് പോലും കണ്ണെടുത്ത് കണ്ടുകൂടാ. അതുകൊണ്ട് അല്ലയോ സുന്ദരി, വീര്യമതം കൊണ്ട് കണ്ണു കാണാത്തവനും അഹങ്കാരിയുമായ അവരുടെ ഗർവത്തെ ഒതുക്കുവാനായിക്കൊണ്ട് ദുർജനങ്ങളുടെ വൈഭവത്തെ പിടിച്ചടക്കുന്നതിനും വേണ്ടിയായിട്ട് ഞാൻ ഭവതിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ഭവതിയെ അവിടെ നിന്ന് അടിച്ചെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് വെച്ചാൽ എനിക്കൊരു എൻ്റെ പ്രത്യേകിച്ച് ഒരു സ്വഭാവമുണ്ട്. എന്ത്? വീര്യമതം കൊണ്ട് കണ്ണ് കാണാത്തവൻ. ഇവരെല്ലാം വീര്യമതം കൊണ്ട് കണ്ണ് കാണാത്തവരാണ്. എനിക്കെപ്പോൾ ഇവരെയൊന്നും ഇഷ്ടമല്ല. വീര്യമതം കൊണ്ട് കണ്ണ് കാണാത്തവരും അഹങ്കാരിയുമായ അവരുടെ ഗർവത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം ദുർജനങ്ങളുടെ, എനിക്ക് അവരെല്ലാം കാണുമ്പോൾ ദുർജനങ്ങളായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഗർവ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഭവതിയെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതിന്. ഭവതിക്ക് വേണ്ടിക്കന്ന് പോവാം. അതിനുവേണ്ടി എനിക്കത്രേ താല്പര്യമുള്ളൂ. അവരെ ഗർവം തീർക്കണം, അതിനുവേണ്ടി പിടിച്ച് കൊണ്ടുവന്നതാണ്. കൊണ്ട് ഭവതി വേണ്ടിക്ക് വേണ്ട ആൾക്കാരും ഒരുക്കുള്ളൂ. ഇനി 20 ഒരു പ്രകാശം എന്ന പോലെ നിർവികാര വസ്തുവായിരിക്കുന്ന ഞാൻ എന്ന് പറയുന്നത് ഒരു പ്രകാശം പോലെ അങ്ങനെ നിർവികാരമുള്ള ഒരു ജീവിയാണ്. ദേഹത്തിനും ഗേഹത്തിനും ആസക്തിയില്ലാത്തവനാണ്. എൻ്റെ ശരീരത്തിനും ഇതിനൊന്നും ഒരു ആസക്തിയും ഇല്ല. ആത്മാനന്ദത്തിൽ, ആത്മാവിൽ തന്നെ ആ ആനന്ദത്തിൽ ലയിച്ചിരിക്കുന്നവനാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ
പൂർണ്ണനായിട്ട് അതിൽ പൂർണ്ണമായിട്ട് സംതൃപ്തിയായിട്ട് വസിക്കുകയാണ്. ഭാര്യ, മക്കൾ, ധനം എന്നിവയിൽ ആശ കൊണ്ടിരിക്കുന്നവനല്ല തന്നെ. എനിക്ക് ഭാര്യയിലും മക്കളിലും ഒന്നും ഒരു താല്പര്യവും ഇല്ലാത്തവനാണ് ഞാൻ. ശ്രീസുകൻ ഇത്രയും പറഞ്ഞു. എപ്പോഴും വിട്ടുപിരിവാതെ ഇരിക്കുന്ന തന്നെ മാത്രം ഭഗവാന്റെ ഇഷ്ടപത്നിയായിട്ട് കരുതിയിരുന്ന രുക്മിണിയോട് അവളുടെ അന്തരത്തിലുള്ള അഹങ്കാരത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇത്രയും അവസാനിപ്പിച്ചു. അപ്പം ശ്രീസുകൻ പറയുകയാണ്, എന്തിനാണ് ഈ കൃഷ്ണൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, എപ്പോഴും വിട്ടുപിരിക്കാതെ ഇരിക്കുന്ന തന്നെ മാത്രം ഭഗവാന്റെ ഇഷ്ടപത്നിയായി കരുതിയിരിക്കുന്ന രുക്മിണിയോട്, ആ ഭഗവാനിൽ തന്നെ എൻ്റെ ഇഷ്ടപത്നിയാണ് ഞാൻ എന്ന ധാരണയാലാണ് അവൾ ഇരിക്കുന്നത്. എപ്പോഴും ആ ശക്തിയെ തന്നെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളിൽ എന്തുണ്ട്? ഒരഹങ്കാരമുണ്ട്. ഈ കൃഷ്ണൻ എൻ്റേതാണ് എന്നുള്ളൊരു അഹങ്കാരം ഉണ്ട്. ആ അഹങ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രീകൃഷ്ണൻ ഇത്രയും അവസാനിപ്പിച്ചത്. അത് നമ്മളെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് പ്രത്യേകിച്ച് കൂടുതൽ. എപ്പോഴും അവർക്കൊരു ഈശ്വരൻ്റെ ഒരു ഉള്ളിൽ വെച്ചിട്ട് ഒരഹങ്കാരമുണ്ട്. എന്തുണ്ടെങ്കിലും ഈശ്വരൻ ശരിയായി കളയും. എൻ്റെ കൂടിയാണ് ഈശ്വരനുള്ളത്, ഈശ്വരൻ ശരിയായി കളയും. ഞാൻ പറയുന്ന ചിലതെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോയിട്ട് ഇന്ന ദേവിക്ക് ഒരു വഴിപാട് നടക്കും, നിന്റെ ഭർത്താവ് തട്ടിപ്പോകാൻ വേണ്ടി. ഞാൻ കേട്ടതാണ്. ഒരു തർക്കം നടക്കുമ്പോൾ ഒരു സ്ത്രീ പറയുകയാണ് മറ്റേ സ്ത്രീയോട്, ഞാൻ ഇന്ന ദേവീൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഒരു വഴിപാട് നടത്തും, എന്തിനു വേണ്ടിയിട്ട്? നിന്റെ ഭർത്താവ് തട്ടിപ്പോകാൻ വേണ്ടി. ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയാണ് പല സ്ത്രീകൾ വിചാരിക്കുന്നത് ഈ കൃഷ്ണൻ എൻ്റെ കൈമ കിടക്കുകയാണ്, ഞാൻ ചെന്നാൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്തു തരും. അപ്പം മറ്റേ സ്ത്രീ എന്ത് ചെയ്യും? വേറെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെയും പോയപാട് കിടക്കും. ഇതേ ദേവനെ തന്നെ, കൃഷ്ണൻ തന്നെയാണെന്ന് വിചാരിച്ചു. അപ്പം കൃഷ്ണൻ ആരെയാ തട്ടുക? ഇതെല്ലാം ഒരു തരം അഹങ്കാരങ്ങൾ, മനസ്സിൽ എന്തെല്ലോ ധരിച്ച് ചിന്തിക്കുകയാണ്. കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്, ഈശ്വരൻ എപ്പോഴും പറയുന്ന കേട്ടോ, ഈശ്വരൻ ആരും എനിക്കില്ലെങ്കിൽ എനിക്ക് ഈശ്വരനുണ്ട്. എന്ത് ഈശ്വരനുണ്ട്? ഈശ്വരൻ എന്താ ഇവരുടെ കാര്യം മാത്രം നോക്കിയാണ്. ഈശ്വരൻ എല്ലാവരുടെയും കാര്യം നോക്കിയിട്ട് തള്ളിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൽ നമുക്ക് അങ്ങോട്ട് കയറിയൊന്നും പറയാനൊന്നും പറ്റില്ല. അതെല്ലായിടത്തും ഉണ്ട്. അത് ഏതെങ്കിലും ഒരാളുടേതല്ല. എന്നെ കൊണ്ടുപോകുന്നതും എൻ്റെ ശത്രുവെ കൊണ്ടുപോകുന്നതും ആ ശക്തിവിശേഷമാണ്. അത് ഞാൻ പറയുന്ന മാതിരി മറ്റാണ് തട്ടാനൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ അഹങ്കാരം ഇല്ലാതാക്കണം മനുഷ്യരിൽ. ഈശ്വരൻ എൻ്റെ ജോലിപ്പടിക്കാണ്, ഈശ്വരൻ എന്നെ മാത്രം നോക്കി അടക്കുകയാണ്. ഞാൻ പറഞ്ഞത് സാധിപ്പിച്ചു തരുന്ന എന്ത് ധാരണയുണ്ടെങ്കിൽ അത് മിഥ്യാബോധമാണ്. ഈശ്വരൻ അങ്ങനെ ആരോടും പ്രത്യേക ഒരു താല്പര്യവുമില്ല. പോയി ചോദിച്ചുകൊണ്ട് ഒരു ചുക്കും കിട്ടാനും പോകുന്നില്ല. പക്ഷേ നയിക്കുന്നത് ഈശ്വരനാണ്. എങ്ങോട്ട് കൊണ്ടുപോകണം അതിന് നല്ല തീരുമാനത്തിൽ തന്നെ അത് കൊണ്ടുപോവുകയും ചെയ്യും. അതിലൊന്നും തലയിടാൻ നമ്മൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഈശ്വരനോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഈശ്വരനാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന ധാരണയിൽ അങ്ങ് ചെയ്തു കൊടുത്തേക്കോ. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ. ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഭയക്കുന്നത്? എവിടെയാണ് കൊണ്ടിടേണ്ടതെന്ന് വെച്ചാൽ അത് കൊണ്ടിടും. പിന്നെ നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടാവുക. അങ്ങ് ചെയ്തു കൊടുത്തേക്കുക അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇതാണ് ഭാഗവതത്തിൻ്റെ ഇതുവരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാന തത്വം. എന്നാലും തലക്കേറില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആര്?
വേദവ്യാസൻ. പിന്നെ എനിക്കും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാനും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും അങ്ങ് കയറാൻ പോകുന്നില്ല. എന്നിട്ട് 22 ത്രിലോകങ്ങൾക്കും കൂടി നാഥനായിരിക്കുന്ന തൻ്റെ പ്രിയതമൻ്റെ 3 ലോകങ്ങൾക്കും നാഥനായിരിക്കുന്ന തൻ്റെ പ്രിയതമൻ. അപ്പം എല്ലാവരുടെയും നാഥനാണ്, അവർക്ക് തന്നെ അറിയാം. ഇപ്രകാരം മുൻപ് കേട്ടിട്ടില്ലാത്ത അപ്രിയ വാക്കിനെ കേട്ട്, ഇതുവരെ കേൾക്കാതൊരു വാക്കാണ് കേട്ടത്. അവൾക്ക് എന്ത് തോന്നി? ഭയം കൊണ്ടവളും അവൾ ഭയന്നു പോയി. പോയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടെറിഞ്ഞ് പോകാനാണോ പോകുന്നതെന്നുള്ള ഭയം വരുമല്ലോ. എന്തെല്ലായിരിക്കും ഇങ്ങനെയൊന്ന് കേട്ടാൽ. മനസ്സിൽ വിറ കൊണ്ടവളും, അവളുടെ മനസ്സിൽ വിറണ്ടു ആയ രുക്മിണി ദേവി കരഞ്ഞുകൊണ്ട് അപാരമായ ചിത്തത്തിലേക്ക് അപ്പോൾ ആണ്ടുപോയി. അവളുടെ മനസ്സ് അപാരമായ ചിത്തത്തിലേക്ക് ആണ്ടുപോയി. കാൽ നഖങ്ങളാൽ നിലത്ത് വരച്ചുകൊണ്ടും, എന്നിട്ട് കാലുകൊണ്ട് നിലത്ത് വരച്ച് കണ്ണിലെ കൺമഷിയാൽ കറുത്ത കണ്ണുനീരിങ്ങനെ ഒഴുകിയിട്ട് കുംകുമാലങ്കൃതമായ കൊങ്കകളെ കുളിപ്പിച്ചുകൊണ്ട്, എപ്പോൾ അവിടെ തന്നെയാണ് എത്തുക. ഈ കണ്ണുനീരിങ്ങനെ പോയിട്ട് കുങ്കുമാലങ്കൃതമായ കൊങ്കകളെ കുളിപ്പിച്ചുകൊണ്ടും മുഖത്താൽ തടയപ്പെട്ട വാക്കുകളോടും കൂടി മുഖം താഴ്ത്തി അവൾ നിന്നു. അവൾ മുഖം താഴ്ത്തിയിട്ട് നിന്നു. കവിഞ്ഞ സങ്കടത്താലും 24 പേടിയാലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാലും അനുതാപത്താലും തകർന്ന ബുദ്ധിയാലും തളർന്ന ചിത്തത്താലും അവിടെ കള്ളിയിൽ നിന്നും വിശറി താഴെ വീണു. അവൾ വീശിക്കൊണ്ടിരിക്കുകയാണ്, ആ വിശറി താട്ടാണ് താഴെ വീണു. ശരീരം മോഹാലസ്യപ്പെട്ട് തലമുടി ചിതറിക്കൊണ്ട് വീണു. അവൾ നേരെ താഴത്തേക്ക് വീണു. 25 ദയാലുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തമാശ വാക്കിൻ്റെ ഉൾക്കരുത്ത് അറിയാത്ത പ്രിയപത്നിയുടെ സ്നേഹബന്ധത്തെ കണ്ട് അനുകമ്പയാർന്നവനായി. എന്നിട്ട് 26 4 തൃക്കരങ്ങൾ കൂടിയ ഭഗവാൻ ഉടനെ കട്ടിലിൽ നിന്നും താഴെ ഇറങ്ങി, താഴത്താണല്ലോ വീണത്, അവളെ എഴുന്നേൽപ്പിച്ചു. തലമുടിയെ കെട്ടിക്കൊടുത്ത് അവളുടെ മുഖം തൻ്റെ ചെന്താമര കൈകളാൽ തുടച്ചു. ഇനി 27, 28 സാന്ത്വനോപായം അറിയുന്നവനും, സാന്ത്വനിപ്പിക്കാൻ നല്ലോണം അറിയുന്ന കക്ഷിയാണ് കൃഷ്ണൻ. ഭക്തർക്ക് ശരണാഗതനുമായ, ഉപാധിയെല്ലാം അറിയാം, ഭക്തരുടെ എല്ലാം ശരണാഗതനാണ്. അപ്പോൾ ഇതിലും ഭക്തി ശരണാഗതൻ ആകണ്ടേ ഇവിടെ. ശ്രീകൃഷ്ണൻ കണ്ണീർ കണങ്ങളെ കണ്ണിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും തുടച്ചുകൊണ്ട് തൃക്കരത്താൽ ആലിംഗനം ചെയ്തു. അന്യാശ്രയമില്ലാത്തവൾ, അവർക്ക് വേറെ ആശ്രയമൊന്നുമില്ലല്ലോ, എല്ലാം കളഞ്ഞെട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നേയല്ലേ. ദയനീയം വ്യസനിപ്പിച്ചുകൂടാത്തവളും പരിഹാസവാക്കുകളാൽ നശിച്ച ചിത്തത്തോടുകൂടിയതുമായ ആ പതിവ്രതയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. 29 രുക്മിണി, എന്നോട് പരിഭവിക്കരുത്. ഞാൻ മാത്രം ഏകാശ്രയമായിരിക്കുന്ന ഭവതിയെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത്, ഭവതി എന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഭവതിയുടെ വാക്കുകൾ കേൾക്കാനായി തമാശ പറഞ്ഞതാണ്.
ഇതെന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഭവതി എന്തെങ്കിലും പറയുന്നത് കുറച്ച് ചൂടായിട്ടെല്ലാം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. 30 പ്രണയകോപത്താൽ വിറക്കുന്ന അധരങ്ങളും, അതായത് ഇത് കാണാനുള്ള രസത്തിന് വേണ്ടിയിട്ടാണ്. പ്രണയകോപത്താൽ, പ്രണയം കൊണ്ട് കോപിക്കുമ്പോൾ ചുണ്ടൽ ഇങ്ങനെ വിറക്കുമല്ലോ, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഈ ചെയ്തതെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രണയകോപത്താൽ വിറക്കുന്ന അധരങ്ങളും ചെരിച്ചുള്ള നോട്ടത്താലും. അപ്പം ദേഷ്യം പിടിച്ചിട്ട് പിന്നെ ഒരു ചെരിച്ചൊരു നോട്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കടാക്ഷത്തോടും അഴകാർന്ന പുരികത്തോടും കൂടി, അപ്പോഴുള്ള പുരികത്തിൻ്റെ അവസ്ഥയുടെ ഒരു പ്രത്യേക അഴകാകുന്നതാണെന്നാണ് പറയുന്നത്. ഭവതിയുടെ മുഖത്തെ കാണുവാനായി പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരു മുഖത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയെല്ലാം അടിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. വെടിക്ക് ഇങ്ങനെയെല്ലാം പ്രയോഗിക്കാം വേണ്ടവർക്ക്. എന്നിട്ട് 31 വയസ്സിലെ പെട്ടെന്ന് ഭയപ്പെടുന്ന, കോപം പെട്ടെന്ന് വരുന്ന, പ്രിയ പത്നിയോടൊന്നിച്ച് ഹാസ്യവചനങ്ങളോട് കൂടിയുള്ള സമയം നീക്കുക മാത്രമാണ് ഗൃഹസ്ഥാശ്രമിക്കുള്ള വലിയ നേട്ടം. ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഇങ്ങനെ പരിഹാസ വചനങ്ങളോട് കൂടിയുള്ള സമയം നീക്കുക. ഇങ്ങനെ സമയം നീക്കാൻ വേണ്ടി അതിൽ നിന്നും പരിഹസിക്കുന്നതിന് വേണ്ടി പരിഹാസ വാക്കുകളെല്ലാം കൊണ്ട് കോപിപ്പിക്കുന്നതെല്ലാമാണ് ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പരിപാടിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അതാണ് ഏറ്റവും വലിയ നേട്ടമെന്നാണ് പറയുന്നത്. എന്ത്? ഈ സൗന്ദര്യപ്പിണക്കം. അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ കമ്പ്യൂട്ടർ പോലെ പോയാലും ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പരിഹസിക്കും. ചിലവർ തന്തക്ക് വിളിച്ചിട്ടാണ് പരിഹസിക്കുക. അങ്ങേരെ തന്തക്കും വിളിക്കും, അങ്ങേര് ഇങ്ങനത്തെ തന്തക്കും വിളിക്കും. ഇവിടെ അങ്ങനെ വിളിച്ചിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മറ്റേ കക്ഷികളെല്ലാം ദുരാഗ്രഹികളും മറ്റേതുമെല്ലാം ആയതുകൊണ്ടാണ് ഞാൻ അവരെ ശരിയാക്കാൻ വേണ്ടിയാണെന്നെല്ലാം പറഞ്ഞിട്ടുള്ളല്ലോ. പക്ഷേ ഇന്നത് പരിശ്രമിച്ചിട്ട് തന്തനെ തന്നെ വിളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ഇതെല്ലാണ് ഗൃഹസ്ഥാശ്രമത്തിലേക്കുള്ള വലിയ നേട്ടമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം വലിയ നേട്ടമായിട്ട് കണ്ടിട്ട് ഇത് ഭംഗിയോടെ തുടരുക. അപ്പോൾ ജീവിതം എന്താവും? നല്ല ദൃഢമായിട്ട് മാറും. ഇതെല്ലാം കൃഷ്ണൻ ഉണ്ടാക്കി വെച്ച ലീലകളാണ് മനുഷ്യരുടെ ഇടക്ക്. തമാശ പറയുന്നല്ല, ഇതെല്ലാം തന്നെയാണ് ജീവിതത്തെ ദൃഢമായി കൊണ്ടുപോകുന്നത്. എൻ്റെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ സാന്ത്വനിപ്പിച്ചോളണം. അതിനുള്ള വഴികളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അടിച്ചടിച്ചടിച്ച് അങ്ങ് ജീവിതാവസാനം വരെ പോകാം. ഇനി 32 ശ്രീശുകൻ. രുക്മിണിയെ ഭഗവാൻ ഇങ്ങനെ സമാശ്വസിപ്പിച്ചപ്പോൾ അവിടുത്തെ പരിഹാസ വാക്കിനെ ശരിക്കും അദ്ദേഹത്തിൻ്റെ പരിഹാസ വാക്കിനെ ശരിക്കും മനസ്സിലാക്കി ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയത്തെ വിട്ടുകളഞ്ഞു. അവക്കുള്ള ഭയം എന്തായിരുന്നു? ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് കളയോ എന്നാണ്. അപ്പം ഇത് പരിഹാസം വെറുതെ എന്നെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് അവൾക്ക് മനസ്സിലായപ്പോൾ അവള് ഉപേക്ഷിക്കുക എന്ന ഭയം അങ്ങ് വിട്ടുകളഞ്ഞു. പിന്നെ സ്വസിദ്ധമായ ലജ്ജയാലും സ്നേഹകടാക്ഷത്താലും ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകണം എന്നാണ് പറയുന്നത്. ഇത് ജീവിതത്തിൻ്റെ വലിയ നേട്ടമായിട്ട് കാണണമെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരുത്തിയിൽ പഠിച്ചു പോയാൽ ആകെ കുഴപ്പമാണ് അല്ലേ? അപ്പം പിന്നെ പെട്ടിയെടുത്തിട്ട് ഒരൊറ്റ പോക്കാണ്. അപ്പം ഈ വഴികളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആര് പറയുന്ന? വേദവ്യാസം പറയുന്നു.
ഇനി 34. അല്ലയോ, ഇനി അവള് പറയാണ്, അല്ലയോ ചെന്താമരക്കണ, ഞാൻ അങ്ങേക്ക് യോജിച്ചവളല്ല എന്നുള്ള കാര്യം പരമാർത്ഥമത്രേ. ഞാൻ അങ്ങേക്ക് യോജിച്ചതൊന്നുമല്ല, അത് പരമാർത്ഥം തന്നെയാണ്. ആത്മസ്വരൂപത്തിൽ ലയിച്ചവനും അങ്ങ് ആത്മസ്വരൂപത്തിൽ ലയിച്ചവനാണ്. ത്രിമൂർത്തികൾക്ക് അധീനനുമായ ഭഗവാൻ എവിടെ? ത്രിമൂർത്തികൾക്ക് അധീനനായ ഭഗവാൻ എവിടെ? മൂഢജനങ്ങളാൽ ആശ്രയിക്കപ്പെട്ടവളും. മൂഢജനങ്ങളെല്ലാം അവളെ ആശ്രയിച്ചിട്ടാണ് ഞാൻ ഇത്ര കാലം കഴിഞ്ഞുകൂടിയത്. അപ്പം മൂഢജനങ്ങളെ ആശ്രയിച്ചാണ് ഞാൻ കഴിയുന്നത്. ത്രിഗുണങ്ങൾ ചേർന്നതാണ്. എനിക്കെല്ലാ ഗുണമുണ്ട്, സത്വരജോ തമോ ഗുണമെല്ലാം. അങ്ങേക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു ഗുണവും ഇല്ലാതെ ആ ഞാനെവിടെ? അപ്പോൾ ഒരു ഗുണമില്ലാതെ അങ്ങെവിടെ? എല്ലാ ഗുണങ്ങളും കഴിഞ്ഞ ഞാനെവിടെ? ഇനി 35 ഗുണകാര്യങ്ങളായ ശബ്ദാദി വിഷയങ്ങളിൽ നിന്നുള്ള ഭീതി കൊണ്ടെന്ന പോലെ. ഈ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളോടും കൂടി ശബ്ദാനമയമായിരിക്കുന്ന ലോകമാണിത്. അതിനെ ഭയന്നിട്ടെന്ന പോലെ അങ്ങനെ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തെന്ന പോലെ, സമുദ്രത്തിൻ്റെ അടിയിൽ നിൽക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ചൈതന്യമയനായിട്ട് ഉള്ളിൽ അന്തരാമിയായിട്ടിരിക്കുന്നു. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. ഭയന്നിട്ടാണ് പുറത്ത് വരാത്തതെന്ന്. നമ്മുടെ ഉള്ളിലെല്ലാം അന്തരാമിയായിട്ടിരിക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞ് ഞാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ രുക്മിണി പറയുകയാണ്, പേടിച്ച മാതിരിയാണ് അങ്ങ് എല്ലാത്തിൻ്റെ ഉള്ളിൽ അന്തരരാമിയായിട്ടിരിക്കുന്നത്. പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ആ ഭാവത്തിലങ്ങ് ഇരിക്കുകയാണ്. കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ആ കക്ഷിയുണ്ട്, പക്ഷെ ഒളിച്ചാണ് ഇരിപ്പ്. അതിനെ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. ഒളിച്ചിരിക്കുകയാണ് ആ ശക്തി വിശേഷം. ഒതുക്കമില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയ അങ്ങ് എപ്പോഴും കലഹിക്കുന്നവനാണ്. അങ്ങെപ്പോഴും ആ ഉള്ളിലിരുന്നു കൊണ്ട് മനുഷ്യരെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങ് ഉള്ളിലിരിക്കുകയാണെങ്കിലും ലോകത്തിലുള്ള എല്ലാ കലഹത്തിൻ്റെ പിന്നിലും ആരുണ്ട്? ഏറ്റുമുട്ടലിൻ്റെ പിന്നിലും ആരുണ്ട്? ഈ കൃഷ്ണനുണ്ട്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള എവിടെയെല്ലാം ഏറ്റുമുട്ടൽ ലോകത്തിൻ്റെ നള്ളിൽ മട്ടിൽ നടക്കുന്നുണ്ടോ അതെല്ലാം ഉള്ളിൽ നിന്ന് അതാണ് ചെയ്യിക്കുന്നത്. അപ്പം ഞാൻ ആരോടെങ്കിലും ഏറ്റുമുട്ടുന്നുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ നിന്നുകൊണ്ട് അതാണ് എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചിട്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് അതുകൊണ്ടാണ് കൃഷ്ണനെ പറഞ്ഞല്ലോ ഞാൻ എല്ലാവരോടും കലക്കുന്നവനാണെന്ന്. പിന്നെയോ രാജവാഴ്ചയാകുന്ന ഘോരാന്ധകാരത്തെ ഭഗവാന്റെ ഭക്തന്മാർ പോലും തള്ളിക്കളയുന്നു. ഭഗവാന്റെ ഭക്തന്മാർ എന്ത് ചെയ്യുന്നു? രാജവാഴ്ച പോലെയുള്ള ഘോരാന്ധകാരത്തെ തള്ളിക്കളയുന്നവരാണ്. ഭഗവാന്റെ ഭക്തന്മാർ പോലും എന്താ ചെയ്യുന്നത്? ബ്രഹ്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ട? ഭാര്യയും മക്കളെയും കുടുംബത്തെയും എല്ലാം വിട്ട് വീടും സ്വത്തും എല്ലാം ജോലിയെല്ലാം കളഞ്ഞിട്ട് ഉടുതുണി അടക്കടക്ക ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റ പോക്ക് പോവുക. അപ്പം ഭഗവാന്റെ ഭക്തന്മാർ പോലും എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയാണ് ആർക്ക്? ഭഗവാനെ പിന്തുടരുന്നത്. അപ്പം പിന്നെ ഭഗവാൻ എന്ത് വേണ്ട? രാജ്യവും വേണ്ട, ഒരു ചുക്കും വേണ്ട. അപ്പം ഭഗവാൻ എവിടെയെങ്കിലും രാജാവായിട്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഏത് നാട്ടിൽ അധർമ്മം പെരുകുന്നുവോ ആ സമയത്ത് ചില വ്യക്തികളുടെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി വിശേഷം അവരെ കുത്തിയിളക്കിക്കോളും. അതായത് 3-ാം ലോക മഹായുദ്ധകാലത്ത് കൃഷ്ണൻ ചിലപ്പോൾ ട്രംപിൻ്റെ ഉള്ളിലിരുന്നോ പുട്ടിൻ്റെ ഉള്ളിലോ ഇരുന്നോ അവരെ കുത്തിയിളക്കിയിട്ട് എല്ലാ കലഹങ്ങളും ഉണ്ടാക്കിക്കോളും. അകത്തൊളിച്ചിരുന്നു കൊണ്ട്. അല്ലാതെ നേരിട്ട് കൃഷ്ണൻ വന്നിട്ട്
ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മൾ ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ അങ്ങനെ ഏതോ രാജ്യത്ത് ഇരുന്നു കൊണ്ട് രാജാവായി ഇരുന്നു കൊണ്ട് കംസന നേരെയും മറ്റേ മഹാഭാരത യുദ്ധം നടത്തി എന്നല്ലാണ്. അങ്ങേർക്ക് രാജ്യവും വേണ്ട ഒരു ചുക്കും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ ഒളിച്ചിരുന്നു കൊണ്ട് ആ മനുഷ്യരെ കൊണ്ടെന്ത് ചെയ്യിക്കും, ചെയ്യേണ്ടതെല്ലാം ചെയ്യിപ്പിക്കും. ആ മനുഷ്യരാര് തന്നെയാണ്? കൃഷ്ണൻ്റെ ശ്രീഹരിയുടെ അംശം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതിനെല്ലാം മറുപടി പറയുകയാണ്. ഭഗവാന്റെ പരമാനന്ദമെന്ന മധുവിനെ നുകരുന്ന മുനിമാരുടെ മാർഗം അസ്പഷ്ടവും മനുഷ്യരൂപത്തിലുള്ളവർക്ക് മനസ്സിലാകാത്തതുമാണ്. പിന്നെ അങ്ങ് പരമാനന്ദം മധു നുകരുന്നവരാണ് എന്ന് പറഞ്ഞില്ലേ, അത് ആരെ നോക്കിയാൽ മതി? മുനിമാർ, അങ്ങേ പിന്തുടരുന്ന മുനിമാരും ആ മാർഗം സ്വീകരിച്ചിട്ടാണ് പോകുന്നത്. അവരുടെ മാർഗം അസ്പഷ്ടവും മനുഷ്യരൂപത്തിലുള്ളവർക്ക് മനസ്സിലാക്കാത്തതുമാണ്. സാധാരണക്കാരനൊന്നും ആ ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ എന്താണ്, അതിലൂടെ എങ്ങനെയാണ് എല്ലാം വിട്ടെറിഞ്ഞിട്ട് ആ മുനിമാർ അങ്ങേ ആശ്രയിച്ചു പോകുന്നത്, ആ തരത്തിലെ സാധാരണ മനുഷ്യർക്കൊന്നും അത് മനസ്സിലാകില്ല ആ മാർഗത്തെപ്പറ്റി. നിന്തിരുവടിയെ അനുസരിക്കുന്നവരുടെ ആചരണങ്ങൾ ലോകമര്യാദയെ കവിഞ്ഞു നിൽക്കും. നിന്തിരുവടിയെ ആശ്രയിക്കുന്നവരുടെ ആചരണങ്ങൾ, അതായത് ആ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോൾ അത് ലോകത്തിൽ ഇന്ന് കാണുന്ന ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതിനെയും കവച്ച് നിൽക്കും. അപ്പോൾ ആ ശക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവര് അവരുടെ കർമ്മങ്ങളെല്ലാം ഇന്ന് നാട്ടിലുള്ള ആചാരങ്ങളെയെല്ലാം കവച്ചു വെക്കുന്നതായിരിക്കും. നോക്കുമ്പോൾ അവനെന്തെന്നായി ഇല തലതിരിഞ്ഞു പോകുന്നതെന്ന് നമുക്ക് തോന്നും. അവൻ്റെ പോക്ക് പറച്ചൽ ഒന്നും ശരിയല്ല എന്ന് തോന്നും. പക്ഷേ അത് ആചാരങ്ങളെ അങ്ങേ മനസ്സിലാക്കി പോകുന്നവരുടെ ആചാരങ്ങൾ കവച്ചു വെക്കും, ലോകാചാരങ്ങളെ. പിന്നെ അങ്ങയുടെ ആചരണം ലോകമര്യാദയെ കവിച്ചു വെക്കുമെന്ന് സംശയമെന്ത്? അങ്ങയെ പിന്തുടരുന്ന ആൾക്കാർ ചെയ്യുന്നത് തന്നെ എല്ലാം മര്യാദകളെല്ലാം കടന്നിട്ട് പോകുന്നതാണ്. പിന്നെ അങ്ങ് ചെയ്യുന്ന മര്യാദ എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങ് ചെയ്യുന്ന മര്യാദ എന്താണ്? മഹാഭാരത യുദ്ധത്തിൽ നമ്മൾ കണ്ടില്ലേ, എന്താണ് ചെയ്തത്? എങ്ങനെയാണ് പറഞ്ഞത്? കണ്ടില്ല, കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെല്ലാം? കള്ളത്രാണത്തിലൂടെയാണ്. സത്യം പറയുന്ന ധർമ്മപുത്ര കൊണ്ട് തന്നെ കളവ് പറയിപ്പിച്ചു. പിന്നെയോ ശിഖണ്ഡീനെ പിടിച്ച് മുമ്പിലിട്ടിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കർണൻ ആയുധമില്ലാതെ ആയുധം എടുക്കട്ടെന്ന് പറഞ്ഞാൽ ഇടയിൽ ഇത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ശരിയാ, ഇപ്പം തന്നെ തട്ടിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തുടക്കടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഭീമനോട് ദുര്യോധനനെ. ഇതെല്ലാം നിയമങ്ങൾക്കെതിരാണ്. അങ്ങേക്ക് ഈ നിയമമൊന്നും ബാധകമല്ല. പിന്നെ അങ്ങേരെ ശിഷ്യന്മാർ തന്നെ പോകുന്ന പോക്ക് ശരിയായിരിക്കില്ല. പിന്നെ അങ്ങയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇനിയോ യാതൊരാൾക്ക് മീതെ യാതൊന്നുമില്ല എന്ന നിലയിലും ബ്രഹ്മാദികൾ പോലും ആർക്കു വേണ്ടിയാണോ പൂജ അർപ്പിക്കുന്നത് ആ നിലയിൽ അപ്പോൾ അത്രയും പറഞ്ഞു വെച്ചിട്ട് പിന്നെ അത് വേറെ തരത്തിൽ കുറച്ച് മാറ്റിയാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? യാതൊരാൾക്ക് മീതെ യാതൊന്നുമില്ല എന്ന നിലയിലും അങ്ങേക്ക് മുകളിൽ ആരുമില്ല. ബ്രഹ്മാദി ദേവകൾക്ക് പോലും അങ്ങേക്ക് വേണ്ടിയാണ് യജ്ഞങ്ങൾ, പൂജ ചെയ്യാന്നാണ് യജ്ഞങ്ങൾ ചെയ്യുക.
അങ്ങനെയുള്ള അങ്ങയ്ക്ക് ആ നിലയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കൃഷ്ണൻ പറഞ്ഞിരുന്നു, എനിക്കൊന്നുമില്ല, ഞാൻ ദരിദ്രനാണ്, എൻ്റെ കൈമല് ഒരു ചുക്കുമില്ല എന്ന് പറഞ്ഞതിനാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. അത്രയും പറഞ്ഞ് നിർത്തി. പൂരിപ്പിക്കുന്നത് നമ്മൾ പൂരിപ്പിക്കണം. എന്താണ് പൂരിപ്പിക്കേണ്ടത്? അങ്ങേക്ക് മുകളിൽ ആരുമില്ല. ഈ ബ്രഹ്മാദി ദേവകളെല്ലാം ചെയ്യുന്നത് അങ്ങേക്ക് വേണ്ടിയാണ്. പിന്നെ ഈ സാധനം മുഴുവൻ ആരെയാണ്? അങ്ങേയല്ല. അപ്പം അങ്ങീ ദരിദ്രൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഈ ചോദിച്ചതിൻ്റെ അർത്ഥം. പക്ഷെ അത് പറയുന്നത് ഇത് അണ്ടർസ്റ്റുഡാണ് ഇത്രയും പറഞ്ഞതിൽ നിന്ന്. എന്നിട്ടോ ബ്രഹ്മാദിദേവന്മാർക്ക് നിന്തിരുവടിയും പ്രിയപ്പെട്ടവനാണ്, നിന്തിരുവടിക്ക് ബ്രഹ്മാദിദേവന്മാരും പ്രിയപ്പെട്ടവരാണ്. ബ്രഹ്മാദിദേവന്മാർക്ക് അങ്ങ് പ്രിയപ്പെട്ടവനാണ്, അങ്ങ് അങ്ങോട്ടും പ്രിയപ്പെട്ടവനാണ്. രണ്ടും ആ തരത്തിലാണ്. പക്ഷേ ആഠ്യത്വം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവർ, ഞാൻ വലിയ ധനാഠ്യനാണ് എന്നുള്ള നിലയിൽ ഉള്ള ആഠ്യത്വം കൊണ്ട് കാഴ്ച നഷ്ടപ്പെട്ടവരും ഇന്ദ്രിയങ്ങളെ മാത്രം പ്രസാദിപ്പിക്കുന്നവർ, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതുമായ ആളുകൾ കാലസ്വരൂപനായ നിന്തിരുവടിയെ മനസ്സിലാക്കുന്നില്ല. അങ്ങ് കാലസ്വരൂപനാണ്. അപ്പം കൃഷ്ണനെ എന്തായിട്ടാണ് കണ്ടത്? കാലസ്വരൂപനായിട്ട് കാണണം. ആ കാലസ്വരൂപനെ മനസ്സിലാക്കുന്നില്ല. അങ്ങേ കാലസ്വരൂപനായിട്ട് കാണണം. കൃഷ്ണൻ ഈ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കൊളോണിസത്തിലൂടെ വേറൊരു ലോകം രണ്ടായി തിരിഞ്ഞു. ഒരു ഭാഗത്ത് ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചു കൊളോണിസത്തിന് ശേഷം. പിന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ ഒരൊറ്റ വ്യവസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്ന, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കാലത്തെ, ആ പ്രേരിപ്പിക്കുന്ന കാലമാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ആ കാലമാണ് പ്രേരിപ്പിക്കുന്നത് ജനങ്ങളിലൂടെ. ആ കാലത്തെയാണ്, കാലസ്വരൂപനാണ് ആര്? ഈ കൃഷ്ണൻ. അങ്ങ് സകല പുരുഷാർത്ഥങ്ങളുടെയും സ്വരൂപമാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം സ്വരൂപമാരാണ് അങ്ങ് ആണ്. പരമാനന്ദ സ്വരൂപമാണ്. ആകയാൽ നിൻ തിരുവടിയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വിവേകികൾ എല്ലാം പരിത്യജിക്കുന്നു. അതുകൊണ്ട് അങ്ങേ ആരെങ്കിലും പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിൻ തിരുവടിയെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ ബ്രഹ്മസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാം പരിത്യജിക്കുന്നു. വിവേകികളായ അവർ എല്ലാം പരിത്യജിക്കുന്നു. എന്തെല്ലാം പരിത്യജിക്കണം? ഭാര്യയും മക്കളെയും കുടുംബങ്ങളെയും ജോലിയും സ്ഥാനമാനങ്ങളും എല്ലാ വേദങ്ങളടക്കം എടുത്ത് കളഞ്ഞിട്ട് ഉടുതുണി അടക്കം ഉപേക്ഷിച്ചിട്ട് പോയിക്കൊള്ളുക. ബ്രഹ്മസാക്ഷാത്കാരമല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല തന്നെ. ആ വിവേകികൾക്കും നിൻ തിരുവടിക്കും തമ്മിലുള്ള പരസ്പര സേവന ഭാവത്തോടു കൂടിയ ബന്ധം യോജിച്ചതാണ്. അവർക്കാണ് പരസ്പരം എന്തുള്ളത്? ബന്ധങ്ങളുള്ളത്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ പരസ്പര ബന്ധമുണ്ടാകുന്നു ആ ഈശ്വരനായിട്ട്. അങ്ങനെയാണ് അത് അവസാനം അനുകൂലമായ സമയമാണെങ്കിൽ ആ ബ്രഹ്മത്തിൽ തന്നെ പോയി ലയിക്കും. അന്യോന്യം അനുരക്തരായി സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ ബന്ധം അങ്ങനെ യോജിച്ചതല്ല. അന്യോന്യം പ്രേമത്തിൽ അനുരക്തരായിട്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന, സുഖവും ദുഃഖവും ആർക്കേയുള്ളൂ? ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കെല്ലാം സുഖദുഃഖങ്ങളെല്ലാം ഉണ്ട്. സുഖവും ഉണ്ടാവും, ദുഃഖവും ഉണ്ടാവും. അങ്ങനെ ജീവിക്കുന്നവരുടെ ബന്ധം എന്തല്ല? ഈ ഒരു ബന്ധമല്ല. ശരിയായ ബന്ധം എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊന്നുമില്ല. എല്ലാം ത്യജിച്ചിട്ട്, എല്ലാം മിഥ്യയായി കണ്ടിട്ട് പോയി അവിടെ ചേരുന്നതാണ് യഥാർത്ഥ ബന്ധം. എല്ലാം സുഖത്തിന് വേണ്ടിയും ദുഃഖം ഒഴിവാക്കണം, സുഖം കിട്ടണം എന്നെല്ലാം ചിന്തിച്ചിട്ട്
ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോകുന്നത് ആ ബന്ധം യോജിച്ചതല്ല. അത് ശരിയായ ഒരു യോജിച്ച മാർഗം അല്ല. ഇനി 39 നിന്തിരുവടി 39 നിന്തിരുവടി പരപീഡനം ത്യജിച്ച മുനികളാൽ, മറ്റുള്ളവരെ ഒന്നും പീഡിപ്പിക്കാതെ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് പോകുന്ന മുനികളാൽ ശ്ലാഘിക്കപ്പെട്ട മഹിമയോടുകൂടി വരാണ്. അങ്ങ് അത്തരം ആൾക്കാരെയാണ് ശ്ലാഘിക്കുന്നത്, എല്ലാം ത്യജിച്ചിട്ട് പോകുന്നവരെ. ലോകങ്ങളുടെ ആത്മാവാണ്, ഈ ലോകത്തിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ശക്തിയായ ആത്മാവ് അങ്ങാണ്. ഭക്തന്മാർക്ക് ആത്മഭാവം നൽകുന്നത് അങ്ങാണ്. ആർക്കെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരത്തിന് അർഹതയുണ്ടെങ്കിൽ, ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം തീരുമ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം, അതിന് അർഹതയുള്ളവർക്ക് അത് നൽകുന്നത് അങ്ങാണ്. അങ്ങ് ആഗ്രഹിച്ചാൽ മാത്രമേ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ പറ്റുകയുള്ളൂ, അല്ലാതെ അങ്ങ് ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല. ഇവിടെ ജോലി ഏൽപ്പിക്കാനാണ് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്, ആ ജോലി ചെയ്തോളൂ. നിൻതിരുവടിയിൽ നിന്നും ഉടലെടുക്കുന്ന കാലപ്രവാഹത്തിൻ്റെ ഊക്കിനാൽ, തിരുവടിയിൽ നിന്ന് ഉടലെടുക്കുന്ന കാലമാകുന്ന ആ കാലത്തിൻ്റെ പ്രവാഹം എന്ന് പറയുന്നത് ഭയങ്കര ഊക്കോടെയാണ്. ജലപ്രവാഹം പോലെ കുത്തൊഴുകിക്കൊണ്ടാണ് കാലം പ്രവഹിക്കുന്നത്. അങ്ങനെയുള്ള ഊക്കിനാൽ ഭോഗവും ലാലസത്തോടു കൂടിയ ബ്രഹ്മാവിനെയും ഇന്ദ്രാദികളെയും കൂടി ഉപേക്ഷിച്ച്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രഹ്മാദികളെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് എന്നാൽ അങ്ങ് വരിക്കപ്പെട്ടത്. ഞാൻ ബ്രഹ്മാദി ദേവതകളെ, ആ കാലപ്രവാഹത്തിൻ്റെ ഒടുക്കിൽപ്പെട്ട് ജീവിക്കുന്ന ബ്രഹ്മാദി ദേവതകളെ കൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട്, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാണ് ഈ ലോക സൃഷ്ടിയിൽ പങ്കെടുക്കുന്നവർ. അവരെല്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനെല്ലാം വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അങ്ങേ വരിച്ചത്. മറ്റുള്ളവർ പിന്നെയുണ്ടോ? അങ്ങനെയുള്ള എനിക്ക് ഈ പറയുന്ന ശിശുപാലനെ പോലെയുള്ളവരെല്ലാം കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ ബ്രഹ്മ മഹേശ്വരന്മാർ ഇന്ദ്രാദി ദേവകളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നതാണ്. അങ്ങനെയും വിട്ടിട്ട് വന്നവനാണ് ഞാൻ. ആര്? ഈ രുക്മിണി. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരിലൊന്നും താല്പര്യമില്ല. അതല്ലേ പറഞ്ഞ വേറെ ആരെങ്കിലും പോയി സ്വീകരിച്ചോ? ഞാൻ ബ്രഹ്മാവതി ഇന്ദ്രനെയെല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ പൂർത്തീകരിക്കുന്നതാണ് ഇന്ദ്രൻ. അതെല്ലാം ഉപേക്ഷിച്ച്, എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചിട്ട് അങ്ങയിൽ ശരണം പ്രാപിക്കാൻ വന്നതാണ്. പിന്നെ ഇനി വേറെ ആളെ പിന്നാലെ പോകേണ്ട ആവശ്യം എനിക്കില്ല. ബ്രഹ്മാവിന് ഇന്ദ്രാദികൾ ദേവതകളെ മുഴുവൻ ഞാൻ ഉപേക്ഷിച്ചവളാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ല. ഇനി 40 സിംഹം മറ്റ് മൃഗങ്ങളെ ആറ്റിയകറ്റി തൻ്റെ ഭക്ഷണം കൊണ്ടുപോകുന്ന, ഇരയെ കൊണ്ടുപോകുന്ന പോലെ സിംഹം വല്ലതിനെ പിടിച്ചാലും പിന്നാലെ പട്ടികളും കുറുക്കന്മാരുമായിട്ട് അതൊന്നും അടിച്ചു മാറ്റാൻ വേണ്ടി വരും. അപ്പം അവയെല്ലാം ആട്ടി ഓടിച്ചുകൊണ്ടാണ് സിംഹം ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുക. അതുപോലെ നിന്തിരുവടി അങ്ങയുടെ ചാപത്തിൻ്റെ ഞാണൊലിയാൽ, അങ്ങ് ശംഖുനാഥെല്ലാം മുഴക്കിയപ്പോഴാണല്ലോ മറ്റുള്ളവരെല്ലാം വരണ്ടു പോയത്. ഞാണൊലിയാൽ രാജാക്കന്മാരെയെല്ലാം അകറ്റി, അവരെല്ലാം അന്താളിച്ചു പോയല്ലോ. ഇവളെ അടിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ തൻ്റെ ഭാഗമായ എന്നെ ബലാൽ കൊണ്ടുവന്നു. അങ്ങനെ അങ്ങ് കൊണ്ടുവന്നതാണ്, ബലാത്കാരേണ അങ്ങയുടെ ഭാഗമായ എന്നെ കൊണ്ടുവന്നതാണ്. അങ്ങനെയുള്ള താങ്കൾ ഭയന്നിട്ട് സമുദ്രത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ബോഷ്കാണ്. ഇത്രയും ആൾക്കാർ ഒരു ശംഖുനാദം മുഴക്കിയിട്ട് എല്ലാ രാജാക്കന്മാരെയും പേടിപ്പിച്ചിട്ട് സിംഹം മറ്റേ മൃഗങ്ങളെല്ലാം ഓടിച്ചിട്ട് കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന പോലെയാണ് അങ്ങ് എന്നെ കൊണ്ടുവന്നത്. അങ്ങനെയുള്ള അങ്ങ് ഭയപ്പെട്ടിട്ട് സമുദ്രത്തിൽ ഒളിക്കുക എന്നല്ല അങ്ങ് പറയുന്നത് വെറും ബോഷ്ക്ക് പറച്ചലാണ്. ഇനി
41 പറയുകയാണ്, വേനന്റെ പിതാവ് അങ്കൻ, വേനന്റെ പുത്രൻ പിത്യു, പിന്നെയോ യയാതി, ഗയൻ തുടങ്ങിയവരെല്ലാം പദവി ഉപേക്ഷിച്ച് നിന്തിരുവടിയെ പ്രാപിക്കാൻ തപോവനത്തിലേക്ക് പോയി. അവരെല്ലാം ലോകത്തിൽ ക്ലേശിക്കുകയാണ്. അതായത് പറഞ്ഞു, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ക്ലേശമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. എന്നെപ്പോലെയുള്ള ഒന്നുമില്ലാത്തവൻ്റെ അപ്പുറം വന്നു കഴിഞ്ഞാൽ ക്ലേശമായിരിക്കും എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം രാജ്യം പോലും ഉപേക്ഷിച്ചിട്ട് അങ്ങേ ലഭിക്കാൻ വേണ്ടിയിട്ട് തപസ്സിന് പോയതാണ്. കുറേ ആൾക്കാർ നമ്മൾ കഥയിൽ കണ്ടു കഴിഞ്ഞു. അവസാന രാജ്യമെല്ലാം മക്കളെയെല്ലാം ഏൽപ്പിച്ചിട്ട് തപസ്സിന് പോകുന്നത്. അപ്പോൾ അവരെല്ലാം ക്ലേശിച്ചിരിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്കും വേറെ ക്ലേശമൊന്നും ഇല്ല. ഇനി 42, മനുഷ്യർക്ക് മോക്ഷരൂപവും മനുഷ്യർക്ക് മോക്ഷം നൽകുന്നവനും മഹാലക്ഷ്മിക്ക് ആശ്രയം. മഹാലക്ഷ്മി നെഞ്ചത്തിരിക്കുകയാണല്ലോ, മാറത്ത് ഇരിക്കുന്ന തിരുവടിയുടെ. അപ്പം അവർക്കെല്ലാം അങ്ങനെയാണ്. എനിക്ക് തൃപ്പാദ നറുമണം, പാദത്തിലാണ് നമ്മളുള്ളത്. കാരണം ഇതങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ആ പാദത്തിൻ്റെ നറുമണം നുകർന്ന ഏതൊരുവളാണ് അങ്ങേ അനാദരിച്ച്, ആ അവസ്ഥയിലെത്തിയ ആരെങ്കിലും അങ്ങേ അനാദരിച്ച് മുഴുത്ത പേടിയോടുകൂടിയിരിക്കുന്ന മറ്റു പുരുഷനെ തേടിപ്പോവുക. അങ്ങയുടെ പാദത്തിൽ എത്തിച്ചേർന്ന് ഒരാളും പിന്നെ ഒരുവളും എന്തു ചെയ്യില്ല, എപ്പോഴും പേടിച്ച് കഴിയുന്ന മറ്റ് പുരുഷന്മാരെ തേടിയിട്ട് പോകുമോ? തേടിപ്പോകേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ ഈ പാദത്തിൽ തന്നെ നിന്നുകൊള്ളാം. ലോകാദിനാഥനും 43 സർവജ്ഞനും ഇഹലോക പരലോക ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനും തുല്യ യോഗ്യതയുള്ളവനുമായ നിന്തിരുവടിയെ ഞാൻ ഭർത്താവായി വരിച്ചു. എല്ലാ ലോകത്തിലും എല്ലാം തികഞ്ഞത് അങ്ങ് തന്നെയാണ്. ലോകാദിനാഥനാണ്. അങ്ങാണ് ലോകത്തിൻ്റെ മുഴുവൻ. നേരത്തെ പറഞ്ഞല്ലോ, ഇഹലോകത്തിലും പരലോകത്തിലും എല്ലാം സുഖം നേടുന്ന വേറെ ഭർത്താവിൻ്റെ പേരെ പോകാൻ. ഇവൻ പറയുകയാണ്, ലോകാദിനാഥൻ അങ്ങാണ്, സർവത്തിൻ്റെ ആത്മാവ് അങ്ങാണ്, ഇഹലോകത്തിൻ്റെയും പരലോകത്തിലെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന അങ്ങിലൂടെയാണ്. തുല്യ യോഗ്യതയുള്ള, എല്ലാം തികഞ്ഞ യോഗ്യതയുള്ള നിന്തിരുവടിയെ ഞാൻ ഭർത്താവായി വരിച്ചു. ഈ മിഥ്യയായ ലോക സംസ്കാരത്തിൻ്റെ നിവൃത്തിക്ക് അവലംബമായ യാതൊരുവനാണോ തന്നെ ഭജിക്കുന്നവരെ സ്വന്തമാക്കുന്നത്? അപ്പം ഞാൻ അങ്ങയെ ഭജിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് അങ്ങയുടെ സ്വന്തമാകാൻ പറ്റി. ആ നിന്തിരുവടിയുടെ എങ്ങനെ സ്വന്തമായത്? അനേക ജന്മങ്ങളിലൂടെയാണെങ്കിലും ഒടുവിൽ അത് സാധിച്ചു. പല ജന്മങ്ങൾ എടുത്തതിൻ്റെ ശേഷം ഈ ജന്മത്തിലാണ് എനിക്കെന്ത് പറ്റിയത്? ആ നിന്തിരുവടിയായിട്ട് ചേരാനുള്ള അവസരം ലഭിച്ചത്. എന്നിട്ട് പറയുകയാണ്, അങ്ങയാൽ പറയപ്പെട്ട രാജാക്കന്മാർ. അങ്ങ് കുറേ രാജാക്കന്മാരുടെ പേരെല്ലാം പറഞ്ഞല്ലോ. അതേപോലെയുള്ള രാജാക്കന്മാർ സ്ത്രീകളുടെ ഗൃഹത്തിൽ, അപ്പം അതെല്ലാം ഭയങ്കര രാജാക്കന്മാരാണ്, വീരന്മാരെല്ലാം തന്നെയാണ്. അങ്ങ് പറഞ്ഞ ഇന്ന രാജാക്കന്മാരുടെ അടുത്തെല്ലാം പോയിട്ട് കേരളമുണ്ട്, അവരടുത്ത് പോയി അവരെ കല്യാണം കഴിച്ചോ ക്ഷത്രിയർ എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അവരെ പറ്റി പറയുകയാണ്, അങ്ങയാൽ പറയപ്പെട്ട രാജാക്കന്മാർ സ്ത്രീകളുടെ ഗൃഹത്തിൽ, അതായത് വീട്ടിലെത്തിയാൽ സ്ത്രീകളുടെ മുമ്പിൽ കഴുതയായും കാളകളായും നാൽക്കാലികളായും പൂച്ചയായും അടിമയായും കഴിയുന്നവരാണ്. അവരെല്ലാം വീട്ടിൽ ഭാര്യമാരുടെ മുമ്പിൽ കഴുതകളായും നായ്ക്കളായും പൂച്ചകളായിട്ട് കഴിയുകയാണ് എന്നാണ് പറയുന്നത്. പട്ടികൾക്ക് സമാനമാണെന്ന് നമ്മളിന്ന് പറയും. ഈ വീരശൂര പരാക്രമികളെല്ലാം ഭാര്യൻ്റെ മുമ്പിൽ ഇങ്ങനെയാണ്. ഇനി
ശിവന്റെയും ബ്രഹ്മാദികളുടെയും ദിവ്യ സദസ്സുകളിൽ ഗാനം ചെയ്യപ്പെടുന്ന ഭഗവാന്റെ ഈ പുണ്യഗീതങ്ങൾ ഏതൊരുവളുടെ ചുവട്ടിലാണോ എത്താത്തത് അവൾക്ക് യോജിച്ചതാണ് അത്തരം പുരുഷന്മാർ എന്ന് പറയുകയാണ്. അതായത് ബ്രഹ്മാവ്, ശിവൻ ഇവരുടെ എല്ലാം സദസ്സിൽ ഗാനം ചെയ്യുന്ന ഈ കഥകൾ ഏതൊരുടെ സ്ത്രീയുടെയാണോ ചുവട്ടിലെത്താത്തത്, അതായത് ആരാണോ ഇത് കേൾക്കാത്ത സ്ത്രീകളുള്ളത്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവകാശപ്പെട്ടതാണ് അത്തരം പുരുഷന്മാർ. അപ്പം അത് അവരെടുത്തോട്ടെ. 44. ഇനി 45. ഏതൊരു സ്ത്രീ ഭഗവാന്റെ തൃപ്പാദ കമലത്തിലെ മധു നുകരുന്നില്ലയോ അവൾ സുന്ദര പുരുഷനാണെന്ന് കരുതിക്കൊണ്ട്, അതായത് അങ്ങയെ ആശ്രയിക്കാതെ, അങ്ങയുടെ തൃപ്പാദങ്ങളിലെ മധു നുകരാതെ സുന്ദര പുരുഷന്മാരാണെന്ന് കരുതിയിട്ട് വേറെ നാട്ടിൽ കാണുന്ന വല്ല സുന്ദര പുരുഷന്മാരെ കണ്ടിട്ട് തൊലി, താടി, രോമം, നഖം, തലമുടി എന്നിവയാൽ മൂടപ്പെട്ട ആ പുരുഷൻ മൂടപ്പെട്ടിരിക്കുന്നത് എന്തിനെ കൊണ്ടാണ്? തൊലി കൊണ്ടും മുടി കൊണ്ടും താടി മീശയെല്ലാം കൊണ്ടും മൂടപ്പെട്ടിരിക്കുന്ന ആ പുരുഷന്റെ അകത്തെന്താണുള്ളത്? മാംസം, അസ്ഥി, രക്തം, കൃമി, മലം, കഫം, പിത്തം, വാതം എന്നിവയോടുള്ളതായ ജീവനിലുള്ള ശവത്തെ സ്വീകരിക്കുന്നു. ഇതെല്ലാം ഉള്ളിലെന്താണുള്ളത്? ഇതെല്ലാം കഫവും മലവും എല്ലാം ഉള്ളത്. അങ്ങനെയുള്ള ജീവനുള്ള ശവത്തെയാണ് ആ സ്ത്രീകൾ സ്വീകരിക്കുന്നത്. പുറത്തിങ്ങനെ മുടിയോടും തൊലിയോടെല്ലാം വെച്ചിട്ട് സുന്ദരന്മാരായിട്ട് നടക്കുന്നുണ്ട്. അകത്ത് മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഉള്ളത്. അങ്ങനെ ജീവനുള്ള ശവങ്ങളെയാണ് സ്വീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും 46 കവിഞ്ഞ താല്പര്യമില്ലാത്തവനും, എന്നോട് വലിയ താല്പര്യമൊന്നും അത്ര താല്പര്യമൊന്നുമില്ല. ആർക്ക്? കൃഷ്ണന്, രുക്മിണി പറയാണ്. എന്നാൽ പോലും കവിഞ്ഞ താല്പര്യമില്ല, അത്ര വലിയ താല്പര്യമൊന്നും എന്നോടില്ലെങ്കിലും ആത്മാനന്ദത്തിൽ ലയിച്ചവനുമായ അങ്ങ് സ്വന്തം ആത്മാനന്ദത്തിൽ അങ്ങനെ ലയിച്ച് കഴിയുകയാണ്. ഭഗവാന്റെ തൃപ്പാദ പ്രേമം എനിക്കെപ്പോഴും ഉണ്ടാകട്ടെ. എനിക്ക് ഇങ്ങോട്ട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ തൃപ്പാദ പ്രേമം ഉണ്ടായാൽ മതി. പിന്നെയോ എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ വളർച്ചക്കായി രജോ ഗുണത്താൽ, എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ രക്ഷക്കായി, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു വേണം, നല്ല ധീരനായ ഒരു അർജുനനെ പോലെയുള്ള ഒരു കൊച്ചു വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ ആ കൃഷ്ണൻ എന്ത് ചെയ്യും? എന്നെപ്പോലെയുള്ള സ്ത്രീകളെ സമീപിച്ചിട്ട് കൊച്ചിനെ ഉണ്ടാക്കിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ വളർച്ചക്കായി രജോ ഗുണം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, പുതിയ എന്തെങ്കിലും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് കൃഷ്ണൻ എന്തിനു വരുന്നത്? നമ്മളടുത്ത് വന്നിട്ട് പ്രേമെല്ലാം ഉണ്ടാക്കിയിട്ട്, സ്ത്രീ പുരുഷന്മാരിൽ പ്രേമെല്ലാം ഉണ്ടാക്കിയിട്ട് കൃഷ്ണൻ തന്നെ വരും, പുരുഷനായി മാറും, ദേവിയായിട്ട് വന്നിട്ട് സ്ത്രീയായിട്ട് മാറിയിട്ട് പ്രേമെല്ലാം ഉണ്ടാക്കിയിട്ട് കൊച്ചിനെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങേരെ പാട്ടിന് പഴയ നിലയിലേക്ക് തന്നെ പോകും. അപ്പോൾ എപ്പോഴെങ്കിലും ലോകത്തിൻ്റെ വളർച്ചക്കായി രജോ ഗുണത്താൽ എന്നോട് കടാക്ഷിക്കുമോ അതുതന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അങ്ങനെയാണല്ലോ കൃഷ്ണൻ ജനിക്കാൻ വേണ്ടിയിട്ട് ശ്രീഹരി വന്നല്ലോ. ഒരു അശരീരി വെക്കുമല്ലോ, ഞാൻ വന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? കൃഷ്ണനെ ജനിപ്പിക്കാൻ തന്നെ. ശ്രീഹരിയാണല്ലോ വന്നത്. അതുപോലെ എന്തെങ്കിലും ആവശ്യമുള്ളവരാണ് നമ്മളെടുത്ത്, നമ്മൾ സ്ത്രീകളുടെ ഇടക്കെല്ലാം വന്നിട്ട്
പ്രേമെല്ലാം ഉണ്ടാക്കിപ്പിച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് സാധിപ്പിച്ചിട്ട് കാര്യം നേടിയിട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടായാൽ മതി, ആ ബന്ധേ വേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആരിലൊക്കെയാണ് ആക്ട് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പുരുഷന്മാർ സ്ത്രീകളെല്ലാം തന്നെയാണ് ഈ ശ്രീഹരികൾ. ശ്രീഹരിയും മഹാലക്ഷ്മിയെല്ലാം ആവശ്യമുള്ളപ്പോൾ നമ്മളിലൂടെ പ്രേമെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് കളിച്ചുകൊണ്ട് ലീലയും കട്ടിയിട്ട് പോകും. എന്നിട്ട് അതാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം. എപ്പോഴെങ്കിലും വന്നിട്ട് ലോക കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. എൻ്റെ 47 പറയാണ്, ഭഗവാന്റെ വചനം അസത്യമായിട്ട് ഞാൻ കാണുന്നില്ല. ഭഗവാൻ പറഞ്ഞൊന്നും അസത്യമല്ല. കാശി രാജാവായ അംബൈക്ക് കാശി രാജാവായ അംബൈക്ക് ഉണ്ടായതുപോലെ മിക്കവാറും കന്യകമാർക്ക് ഏതെങ്കിലും ഒരാളിൽ അനുരാഗം ഉണ്ടാകുമല്ലോ. കാശി രാജാവ് അംബൈക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഒരാളിൽ അനുരാഗം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എല്ലാ സ്ത്രീകളിലും ഓരോ സമയത്തും ഓരോ ആളോട് അനുരാഗം ഉണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ് അനുരാഗം ഉണ്ടാകുന്നത്? ചിലപ്പം കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഒരു കുട്ടികളെ വേണം. അതുകൊണ്ട് വല്ലവരെയും തമ്മിൽ പ്രേമിപ്പിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാക്കിയിട്ട് അങ്ങ് പോകും. ഇനി 48 വിവാഹിതയായാലും ഒരു കുലടയുടെ മനസ്സ് വിവാഹിതയായാലും, അപ്പോൾ നേരത്തെ പറഞ്ഞ വല്ലവർക്കും ഒരു സ്നേഹം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പെൺകുട്ടിക്ക് ഏതെങ്കിലും കാലത്ത് വല്ലവരോട് സ്നേഹം ഉണ്ടാവും. അതുപോലെ ഇവിടെ വേറൊരു കാര്യം പറയുകയാണ്, വിവാഹിതയായാലും ഒരു കുലടയുടെ മനസ്സ് പുതിയ പുതിയ ആളെ തേടി പോകാറുണ്ട്. പിന്നെ കുലടകളാണെങ്കിൽ ഭർത്താവ് ഇരിക്കുമ്പോഴും വേറെ വേറെ ആൾക്കാരുടെ മനസ്സ്, പുരുഷന്മാരുടെ പിന്നാലെ മനസ്സ് പോകാറുണ്ട്. വിവേകമുള്ളവർ കൊലടയായ സ്ത്രീയെ കൈക്കൊള്ളരുത്. വിവേകമുള്ളവരെ അങ്ങനെയുള്ള സ്ത്രീകളെ കൈക്കൊള്ളരുത്. അവളെ കെട്ടുന്നവർ രണ്ടും കെട്ടവരായി തീരുന്നതാണ്. അങ്ങനെയുള്ളവരെ കെട്ടിയാൽ രണ്ടും കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലും പരലോകത്തിലും ഗതി പിടിക്കില്ല എന്നുള്ള സാരം. അങ്ങനെയുള്ള സ്ത്രീകളെ കെട്ടിയാൽ. ഇനി 50 50 49 ഇവളിതെല്ലാം പറഞ്ഞപ്പോൾ ശ്രീ ഭഗവാൻ തിരിച്ച് പറയുകയാണ്, ഹേ പതിവ്രതേ, ഇതെല്ലാം കേൾക്കാൻ ആഗ്രഹിച്ച എനിക്ക് എന്നാൽ പറയപ്പെട്ടത് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതെല്ലാം ആഗ്രഹിച്ചിട്ട് തന്നെ ഇതെല്ലാം കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അങ്ങ് പറഞ്ഞതും എന്ത് തന്നെയാണ്? അവൾ പറഞ്ഞത് എന്ത് തന്നെയാണ്? ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ തരത്തിൽ തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഇനി 50 കാമനയെ ത്യജിക്കുവാൻ, അതായത് ആഗ്രഹങ്ങൾ, നമ്മുടെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ, ഈ ഭൗതിക ലോകത്തിലുള്ള ആഗ്രഹങ്ങളെല്ലാം ത്യജിക്കുന്നു. അതേസമയം തന്നെ ഏതെങ്കിലും കാമനയെ ഭവതി കാമിക്കുന്നുവോ അത് എന്നിൽ കേവല ഭക്തിയുള്ള ഭവതിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഭവതിക്ക് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായിട്ട് ചേരാനുള്ള ആഗ്രഹമാണ്. അല്ലാതെ മറ്റുള്ള കാമനകളില്ല. അതിനെയെല്ലാം കളഞ്ഞിട്ട് എന്നിൽ ചേരാനുള്ള ആഗ്രഹമുള്ള ആ കേവല ഭക്തിയിലൂടെ എന്നിൽ ചേരാനുള്ള ആഗ്രഹം എന്തുണ്ട്? ഭഗവതിക്ക് എപ്പോഴും ഉണ്ട്. അതായത് ഒരു ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു ചിന്താഗതി ദാമ്പത്യത്തിലും ഉണ്ടാകണം. അതാണ് 51 പറഞ്ഞ ഭവതിയുടെ ഭർതൃപ്രേമവും പാതിവ്രതവും എനിക്ക് ബോധ്യപ്പെട്ടു. ഭർത്താവ് എന്ന നിലയിലുള്ള ബന്ധ ആവശ്യം തന്നെയാണ്, പാതിവ്രതവും ആവശ്യമുണ്ട്. അങ്ങനെയുള്ളൊരു ജീവിതം അതെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയാണ്.
എൻ്റെ വാക്കുകൾ കൊണ്ട് മനസ്സിടറിയെങ്കിലും, പല വാക്കുകളും പറഞ്ഞല്ലോ, വേറെ വല്ലവൻ്റെ നല്ല ആൾക്കാരുടെ കൂടെ എല്ലാം പോയിക്കോളുന്നു. ആ വാക്കുകൊണ്ട് എന്ത് പറ്റിയിട്ടുണ്ട്? ഭവതിയുടെ മനസ്സിടറിയിട്ടുണ്ട്. പക്ഷെ എന്തില്ല? എന്നിൽ ഉറച്ച ചിത്തം. പക്ഷെ ആ ഭവതിയുടെ ചിത്തം എന്നിൽ ഉറച്ചതായതുകൊണ്ട് അകന്നു പോയില്ല. അപ്പൊ ഇത് കേട്ടപ്പോഴും മനസ്സിടറി, പക്ഷെ ചിത്തം എന്നിൽ ഉറപ്പിച്ചതായതുകൊണ്ട് എന്തില്ല? അകന്നു പോയില്ല. ദാമ്പത്യ സുഖത്തിനായി തപസ്സും വ്രതാചരണവും കൊണ്ട് സേവിക്കുന്നവർ എൻ്റെ മായയാൽ മോഹിതരാകില്ല. അപ്പം ദാമ്പത്യ ബന്ധങ്ങൾ ആവശ്യം തന്നെയാണ്. അതേസമയം അതിന് എന്ത് വേണം? തപസ്. ആ ഒരു ലക്ഷ്യബോധത്തോട് കൂടി. എന്താണ് ദാമ്പത്യം? അതിനും ചില ലക്ഷ്യങ്ങളുണ്ട്. എന്താണ് ലക്ഷ്യം? ആ ശ്രീഹരിക്ക് ദാമ്പത്യം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ശക്തിക്ക് നമ്മിലൂടെ ചില കുട്ടികളെയെല്ലാം ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഏർപ്പാട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ലൈംഗികപരമായ കാര്യങ്ങളെല്ലാം ആ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ എന്തില്ല? എൻ്റെ മായയിൽ അകപ്പെട്ടിട്ട് വ്യാമോഹിതരാകില്ല. വ്യാമോഹിതരെന്ന് പറഞ്ഞാൽ കൂടുതൽ എന്തെല്ലോ ചിന്തിച്ചിട്ട് ഇന്നത്തെ ദാമ്പത്യത്തിൽ പറ്റുന്ന എന്താണ്? സീരിയലും സീരിയലിലും എല്ലാം എന്തെല്ലോ കാട്ടിക്കൂട്ടും. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെല്ലോ ആണെന്നുള്ളൊരു മിഥ്യാധാരണയിൽ കല്യാണം കഴിക്കുന്നവർ അവസാനം എന്ത് പറ്റും? ജീവിതത്തിൽ ഇതൊന്നും കാണാതിരിക്കുമ്പോൾ ആകെ താളം തെറ്റും. അത് പാടില്ല. ദാമ്പത്യത്തിനും ഒരർത്ഥമുണ്ട്. ആ വ്രതം, ആ തപസ്സിലൂടെ, ആ ചിന്താഗതികളിലൂടെ ദാമ്പത്യത്തെ കാണണം. ദാമ്പത്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആവശ്യമാണ്. അതിലൂടെയാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് മുഖ്യ ലക്ഷ്യം. പ്രകൃതിക്ക്, കാലത്തിന്, ശ്രീഹരിക്ക് ആ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വേണം ദാമ്പത്യം മുന്നോട്ടേക്ക് നയിക്കാൻ. ഇനിയോ 53. സമ്പത്തിൻ്റെ അധികാരം എനിക്കാണ്. സമ്പത്തിൻ്റെ അധീനനായ എന്നെ പ്രാപിച്ചിട്ട്, എല്ലാ സമ്പത്തിൻ്റെയും എല്ലാം ഉറവിടം, അതിൻ്റെ കേന്ദ്രം ഞാനാണ്. ആ എന്നെ പ്രാപിച്ച് സമ്പത്തിനെ കാക്ഷിക്കുന്നവർ ഭാഗ്യഹീനരാകുന്നു. എല്ലാ സമ്പത്തിൻ്റെയും അധീനൻ ഞാനാണ്. ആ എന്നെ പ്രാപിച്ചിട്ട് എല്ലാ സമ്പത്തിൻ്റെയും ഉറവിടം, സ്രോതസ്, അല്ലെ അധികാരി, അവകാശി ഞാനാണ്. ആ എന്നെ പ്രാപിച്ചതിൻ്റെ ശേഷം സമ്പത്തിനെ കാക്ഷിക്കുന്നവൻ, അതായത് ഈശ്വരനെ ഭജിച്ചിട്ട് സമ്പത്ത് എനിക്ക് പണം ഉണ്ടാക്കി തരണമേ എന്ന് പറയുന്നവൻ ഭാഗ്യഹീനനാണ്. നമ്മളല്ലേ ഈശ്വരനെ പൂജിക്കുന്ന എന്തിനാണ്? വല്ലതും കൊടുത്തിട്ട്, വല്ല പഴയോ വല്ല വഴിപാടോ കൊടുത്തിട്ട് നമുക്ക് സമ്പത്ത് കിട്ടണം. അവര് ഭാഗ്യഹീനരാണ്. ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ലെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം എല്ലാ സമ്പത്തിൻ്റെ അവകാശം ഞാൻ തന്നെയാണ്. പക്ഷെ എന്നെ പ്രാപിക്കാൻ ശ്രമിച്ചിട്ട് പിന്നെ വേറെ സമ്പത്ത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എന്നെ കിട്ടിയാൽ മതി. പിന്നെ വേറെ തന്നെ ചോദിക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം എന്നെ പ്രാപിച്ച് സമ്പത്തിനെ കാക്ഷിക്കുന്നത്, എന്നിട്ട് സമ്പത്ത് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഭാഗ്യഹീനരാണ്. ആ വിഷയഭോഗങ്ങൾ, അതായത് സമ്പത്തിനെ പറ്റിയുള്ള ചിന്ത, കാര്യം അത് വേണം ഇത് വേണം എന്നുള്ള ചിന്ത എവിടെയുണ്ട്? നരകത്തിലും കൂടി ധാരാളമുണ്ട് എന്ന് പറയുകയാണ്. ഒരാൾ നരകത്തിലെത്തിയാലും അവിടെ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടക്കും അവരെ ഉള്ളിൽ എന്തുണ്ടാവും? അത് വേണം ഇത് വേണം, രക്ഷപ്പെടണം എന്നുള്ള മോഹം ഉണ്ടാകുക. അത് നരകത്തെ പോലും ഉണ്ട് എന്ന് പറയുകയാണ് ഈ സമ്പത്തോടുള്ള ദുരാഗ്രഹം. അതുകൊണ്ട് മനുഷ്യർക്ക് മുക്തി സാധ്യമാണ്. മനുഷ്യർ വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് മോക്ഷം നേടാം. ഇതിൽ നിന്നെല്ലാം വിട്ട് മോക്ഷം നേടാം. വിഷയസുഖത്തിനായി സമ്പത്ത് കാക്ഷിക്കുന്നവർ, സുഖം നേടാൻ വേണ്ടിയിട്ട് കുറേ സമ്പത്ത് നേടാൻ ശ്രമിക്കുന്നവർ, അവർക്ക് നരകമാണ് ഏറ്റവും യോജിച്ചത് എന്ന് പറയുകയാണ്.
വിഷയസുഖങ്ങൾ, സുഖത്തിൻ്റെ പിന്നാലെ സുഖം നേടാൻ വേണ്ടിയിട്ട് സമ്പത്ത് വാരിക്കൂട്ടാൻ പോകുന്നു ശ്രമിക്കുന്നവർ, അവർക്ക് യോജിച്ചത് നരകം തന്നെയാണ് എന്ന് പറയുകയാണ്. ഇനി 54. ഭവതി എന്നിൽ നിരന്തരം സേവന നിരതരായി. ഭവതി എപ്പോഴും എന്നെ തന്നെ സേവിച്ചുകൊണ്ടാണ് ഇരുന്നത്. അതായത് നമ്മളും എന്ത് വേണം, എല്ലാ കർമ്മങ്ങളും ആ ശ്രീഹരിക്കായിട്ട് ചെയ്തു കൊടുക്കുക. അതിനാൽ ദുർജനങ്ങൾക്ക് ലഭിക്കാത്ത സംസാര ദുഃഖത്തെ അകറ്റുവാനായി, ദുർജനങ്ങൾക്ക് ലഭിക്കാത്ത സംസാര ദുഃഖത്തെ അകറ്റുവാനായി, ദുർജനങ്ങൾക്ക് അങ്ങനെ സംസാര ദുഃഖത്തെ അകറ്റാൻ പറ്റില്ല, അത് ഭവതിക്ക് സാധിച്ചു. സംസാര ദുഃഖത്തെ അകറ്റാൻ ദുർജനങ്ങൾക്ക് പറ്റില്ല. അവർ ഈ സംസാരത്തിൽ, ഈ ലോകത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടുപോകും. പക്ഷെ അത് അകറ്റുവാൻ ആർക്ക് പറ്റി? ഭവതിക്ക് പറ്റി. നിരന്തരമായ എന്നോടുള്ള സേവനം കൊണ്ട്. വഞ്ചന, ഇന്ദ്രിയസുഖം, ദുരാഗ്രഹം എന്നിവ ചേർന്ന സ്ത്രീകൾക്ക് ഒട്ടും അത് സാധ്യമല്ല. വഞ്ചനയുള്ളതും ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നതും ദുരാഗ്രഹം എന്നിവ ചേർന്നതുമായ സ്ത്രീകൾക്ക് ഒട്ടും അത് സാധ്യമല്ല. എന്തെന്ന്? സംസാര ദുഃഖത്തെ മറികടക്കാൻ പറ്റില്ല. യാതൊരുവൾ തൻ്റെ വിവാഹത്തിനായി എത്തിച്ചേർന്ന രാജാക്കന്മാരെ വിട്ട്, അവളെന്ത് ചെയ്ത്? തൻ്റെ രുക്മിണി തൻ്റെ വിവാഹത്തിനായി എത്തിച്ചേർന്ന രാജാക്കന്മാരെയെല്ലാം വിട്ടിട്ട് യഥാർത്ഥ കഥയറിഞ്ഞ് ബ്രാഹ്മണനെ എനിക്കു നേരെ വിട്ടു. ആ വരുന്ന രാജാക്കന്മാരെയെല്ലാം വിട്ടിട്ട് എന്ത് ചെയ്തു? യഥാർത്ഥ കഥയറിഞ്ഞ് ബ്രാഹ്മണനെ എനിക്ക് നേരെ വിട്ടു. അത്തരം പ്രേമവതിയായ പത്നിയെ എൻ്റെ അന്തഃപുരത്തിൽ കാണില്ല. ഇങ്ങനെ ആത്മാർത്ഥമായി കാര്യം മനസ്സിലാക്കിയിട്ട് എൻ്റെ നേരെ വരുന്ന ഇത്തരം പത്നിമാരെ എൻ്റെ അന്തഃപുരത്തിൽ കാണില്ല എന്ന് പറയുകയാണ്. അത് ഇവിടെ മാത്രമാണ് എന്ത് ചെയ്തത്? വിവാഹത്തിന് വന്ന ആൾക്കാരെയെല്ലാം വിട്ടിട്ട് പ്രേമലേഖനം എന്നെ വന്ന് കെട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് വരുന്ന സ്ത്രീകളെ അപൂർവമായി കാണുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത്ര ദൃഢനിശ്ചയത്തോടുകൂടി ഇന്നാളെ മതി എന്ന് തീരുമാനിച്ചിട്ട് വരുന്ന ഒരു കക്ഷി വേറെ എൻ്റെ അന്തപുരത്തിരിക്കത്തൊന്നുമില്ല. നമ്മളും കേട്ടിട്ടില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവുമോ? എന്ത് ധൈര്യത്തിലാണ് അവിടെ കെട്ടിയിട്ട് എന്നെ കെട്ടിയിട്ട് കൊണ്ടുപോകണം എന്നെല്ലാം പറയുന്നത്? ആ തൻ്റെ ഇടം ആർക്കും കിട്ടില്ല. ഈ കഥയിൽ പറയുന്ന തൻ്റെ ഇടമൊന്നും ഈ ലോകത്തിൽ ആർക്കും സംഭവിക്കുന്ന കാര്യമല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ഇവിടെ കഥയിൽ വേദവ്യാസൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചെങ്കിലും എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇതും കേട്ടുകൊണ്ട് വല്ല സ്ത്രീകളും വല്ല പുരുഷന്മാരുടെയും പിന്നാലെ ഏതോ നാട്ടിൽ കണ്ടിട്ട് പോലും ഇല്ലാത്തവൻ്റെ അടുത്തേക്ക് വല്ല ബ്രാഹ്മണനെയും പിടിച്ചിട്ട് ഒരു കത്തും കൊടുത്തിട്ട് എൻ്റെ ഇത് കല്യാണത്തിനിടെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ വന്ന് കെട്ടിക്കൊള്ളും. പ്രേമിച്ചത് കെട്ടിയാണെങ്കിൽ ഇഷ്ടം, കുഴപ്പമില്ല. ഇത് പ്രേമമൊന്നുമില്ലല്ലോ അതിൻ്റെ മുമ്പിൽ. ഒരു കത്തും കൊടുത്തിട്ട് പറഞ്ഞു വിടുന്ന തരത്തിലുള്ളത്. അവിടെ അച്ഛനും അമ്മയെല്ലാം വേറെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ അന്തപുരത്തിൽ അധികമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അച്ഛന് കൊടുക്കാൻ ഇവക്കളെ കൊടുക്കാൻ ഇഷ്ടം അല്ല, കൃഷ്ണന് കൊടുക്കാൻ ഇഷ്ടമാണ് എന്നുള്ളൊരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പിൽ അങ്ങനെ ഇവളുമായിട്ട് വല്ല ധാരണയൊന്നും ഉള്ളതായിട്ടില്ല. അത്തരത്തിലുള്ള കേസ്. യുദ്ധത്തിൽ തൻ്റെ സഹോദരന്മാരുടെ വൈരൂപ്യം വരുന്നത് കണ്ടിട്ടും അവിടെ വെച്ചിട്ട് പിന്നെ യുദ്ധമെല്ലാം നടന്നിട്ട് സഹോദരന്മാർക്ക് എന്ത് പറ്റി? വൈരൂപ്യം സംഭവിച്ചു. മുടിയെല്ലാം മുറിച്ച് അവിടെ മുറിച്ചിട്ട് മുടിയല്ലേ ചെയ്തത്. വിവാഹ മഹോത്സവത്തിൽ വെച്ച് ചൂതാട്ടത്തിൽ കൊന്നതും അതുമൂലമുണ്ടാകുന്ന വ്യസനങ്ങൾ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? വ്യസനം ഉണ്ടായി. പക്ഷെ എന്തുകൊണ്ടാണ് അതെല്ലാം സഹിച്ചത്? അത് പറയുകയാണ്. ഞങ്ങളെ പിരിയേണ്ടി വരുമോ എന്ന ഭയത്താൽ ഭവതി അത് പൊറുത്തു. ഇതെല്ലാം അവൾ സഹിച്ചെന്തുകൊണ്ടാണ്?
നമ്മളെ പിരിയേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടാണ് ഭവതി അത് പുറത്തത്. അതുവഴി ഭവതി ഞങ്ങളെ ജയിച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളത് കൊണ്ട് കീഴടങ്ങി ഭവതിയുടെ മുമ്പിൽ. കാരണം ഇത്രയും ത്യാഗം ചെയ്യുമ്പോൾ പിന്നെ സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇനി 57 എന്നെ ലഭിക്കുവാൻ സന്ദേശം അയച്ച ബ്രാഹ്മണൻ വരുവാൻ അല്പം താമസിച്ചപ്പോൾ ഈ വിശ്വം മുഴുവൻ അങ്ങ് എന്താക്കി ഭവതിക്ക് ശൂന്യമായി കരുതി. ആ അല്പനിമിഷം ബ്രാഹ്മണൻ വരാതെ വന്നപ്പോൾ എന്ത് തോന്നി? ഇനി ജീവിതം തന്നെ ശൂന്യമാണ്, മറ്റവരുടെ യോഗ്യതമല്ലാത്തതുമായ ഈ ശരീരത്തെ ഭവതി ത്യജിക്കുവാൻ ആഗ്രഹിച്ചുവല്ലോ. ഇനി ഈ ശരീരം വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് അവൾ ഭവതി എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന്, എൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിക്കും. ആ പ്രേമം ഭവതിയിൽ ഒതുങ്ങി നിൽക്കുന്നു. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ള ഭവതിയുടെ ആ പ്രേമത്തെ ഭവതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി 58 ശ്രീ ശുഗൻ പറയുകയാണ്. ഇത്രയും കൃഷ്ണൻ പറഞ്ഞിട്ട് നിർത്തി. തന്നിൽ തന്നെ രമിക്കുന്ന ആ ഭഗവാൻ മർത്യലോകത്തെ അനുകരിച്ചുകൊണ്ട്, സാധാരണ തന്നെ തന്നെയാണ് ആ ഭഗവാൻ രമിക്കുന്നത്. ഏത് നിലയിൽ? ശ്രീഹരി എന്ന നിലയിൽ. മർത്യലോകത്തെ അനുകരിച്ചുകൊണ്ട്, മർത്യലോകത്തിൽ പുരുഷനും സ്ത്രീയായിട്ട് വരും ഏതെങ്കിലും രൂപത്തിൽ. അങ്ങനെ വന്നവരാണ് ഈ കൃഷ്ണനും. മറ്റേത് ശ്രീഹരിയാണ്, ഇത് കൃഷ്ണനാണ്. കൃഷ്ണനും രുക്മിണിയും മർത്യലോകത്തെ അനുകരിച്ചുകൊണ്ട്, അതായത് സാധാരണ ദാമ്പത്യ ജീവിതത്തിൽ ഇപ്രകാരമുള്ള രഥക്രീഡക്കു ചെന്ന് നർമ്മസല്ലാപത്തോടെ സാക്ഷാൽ ലക്ഷ്മിയായ രുക്മിയോടുകൂടി രമിച്ചു എന്ന് പറയുകയാണ്. രതിക്രീഡക്കായിട്ട് ഇപ്രകാരമുള്ള രതിക്രീഡ, മനുഷ്യരെന്ന നിലയിലുള്ള രതിക്രീഡക്ക് ചേർന്ന് നർമ്മസല്ലാപത്തോടെ, നല്ല നർമ്മസല്ലാപങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ലക്ഷ്മിയായ രുക്മിണിയോടുകൂടി രമിച്ചു. അപ്പൊ ആരോടാണ് രമിച്ചിരിക്കുന്നത്? സാക്ഷാൽ മഹാലക്ഷ്മിയായ രുക്മിണിയോടാണ് രമിച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി തന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ സത്യഭാമിയായാലും നാരായണിയായാലും പിന്നെ എന്തെല്ലാം പേരുണ്ടല്ലോ, ഈ നാട്ടിലുള്ള പല പെൺപിള്ളേരുടെ പേരും പറയാം, അതൊന്നും പറയുന്നില്ല. അതങ്ങനെ ധരിച്ചാൽ മതി. നാരായണി, കമലാക്ഷി എന്തെല്ലാം ഉണ്ടാവുമല്ലോ പേരുകൾ. അവരെല്ലായിട്ട് വരുന്നത് ആരാണ്? ശ്രീ മഹാലക്ഷ്മി തന്നെയാണ്. എന്നിട്ട് അവരുടെ ഭർത്താവ്, കാമാക്ഷിയുടെ ഭർത്താവാണെങ്കിൽ രാമനോ മറ്റേ എന്തെങ്കിലും ആയിരുന്നു, ഭാർഗവനോ മറ്റോ ആണെങ്കിൽ ആ ഭാർഗവനായിട്ട് വന്നതാരാണ്? ഈ ശ്രീഹരിയാണ്. എന്നിട്ട് മനുഷ്യരുടെ മനുഷ്യലോകത്തിനെ അനുകരിച്ചുകൊണ്ട് അവർ തമ്മിൽ രമിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ രുക്മിണി എന്ന് പറയുന്നത് വേറെ സ്ത്രീയല്ല, സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ്. നേരത്തെ എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ആളെ വട്ടം കറപ്പിച്ച് വെച്ചിട്ടുണ്ട് പല അധ്യായങ്ങളിലൂടെ. അവളെ കെട്ടി, ഇവളെ കെട്ടി, 16,000 കെട്ടി എന്നെല്ലാം പറഞ്ഞ് അവസാനം ഇവിടെ ശരിക്ക് പറഞ്ഞൊപ്പിക്കുകയാണ്. ഇതെല്ലാം മഹാലക്ഷ്മി തന്നെയാണ് രുക്മിണിയായിട്ട് വന്നതും. മഹാലക്ഷ്മി ഇരിക്കുന്നത് എവിടെയാണ്? ശ്രീഹരി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ശക്തി. അതിൻ്റെ മാറിൽ മഹാലക്ഷ്മിയുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം ഭൂമിയിൽ എവിടെയാണുള്ള? അപാതാരബിന്ദത്തിലാണുള്ളത്. അവിടെയുള്ള ഭൂമിയിൽ എന്തായിട്ട് വരും? രുക്മിണിയായിട്ട് വരും, കമലാക്ഷിയായിട്ട് വരും, മീനാക്ഷിയായിട്ട് വരും, പിന്നെന്തെല്ലാണ്? ഏതായാലും അതിന് ജാതിയും മതമൊന്നുമില്ല, ഏതായിട്ടും വരും. എന്നിട്ട് അതിലൊന്ന് പെണ്ണ് സ്ത്രീ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ആയിരിക്കും, അതിൻ്റെ അംശമായിരിക്കും.
പുരുഷൻ എന്ന് പറയുന്നത് ശ്രീഹരിയുടെ അംശമായിരിക്കും. എന്നിട്ട് മർത്യലോകത്തെ അനുകരിച്ചു കൊണ്ട് രതിക്രീഡകൾക്ക് വേണ്ടിയിട്ട് ലോകത്തെ അനുകരിച്ചുകൊണ്ട് നർമ്മസല്ലാപത്തിലൂടെ സാക്ഷാൽ ലക്ഷ്മിയായ ആ സ്ത്രീയോടുകൂടി ജനിക്കുന്നു. എന്നിട്ട് 59 ആവിധം മറ്റു പത്നിമാരുടെയും ഗൃഹങ്ങളിൽ ആവിധത്തിലൂടെ അവിടെ എങ്ങനെയാണോ കൃഷ്ണനായും രുക്മിണിയായിട്ടും ലഭിച്ചത്. കൃഷ്ണനാരാണ്? ശ്രീഹരി ഇവിടെ അംശം. രുക്മിണിയാണാണ് ആ മഹാലക്ഷ്മി തന്നെ. ആവിധം തന്നെ മറ്റു പത്നിമാരോടും ഗൃഹങ്ങളിൽ ബഹുരൂപനും ജഗദ്ഗുരുവുമായ ശ്രീഹരി അതേപോലെ എല്ലാ ഗ്രഹങ്ങളും ഇതാ നമ്മളെ വീട്ടിലും ആവിധം മറ്റ് പത്നിമാരോടും അവരുടെ ഗ്രഹങ്ങളിൽ ബഹുരൂപത്തിലുള്ള വന്ന ജഗദ്ഗുരുവായ ശ്രീഹരി ഗൃഹസ്ഥോദിതമായ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു എന്ന് പറയാണ്. ഗൃഹസ്ഥോചിതമായ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങളെ, ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, ആ ഗൃഹസ്ഥാശ്രമം എന്ന ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഭർത്താവും ഭാര്യയുമായിട്ട് വന്നുകൊണ്ട് പഠിപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം പെണ്ണും കെട്ടിയിട്ട് ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ശ്രീഹരിയും മഹാലക്ഷ്മിയുമാണ് ഈ ലോകത്തിലുള്ള എല്ലാ പുരുഷന്മാരും സ്ത്രീകളും ഈ സമയത്ത് കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യത്തിൽ ലൈംഗിക ബന്ധത്തിലല്ല ഏർപ്പെടുന്നത്. ശ്രീകൃഷ്ണനും മഹാലക്ഷ്മിയുടെ അംശങ്ങളായിട്ട് വന്നിട്ടാണ് എന്നാണ് പറഞ്ഞ് വച്ചത്. അപ്പം 16,008 ഭാര്യമാരെല്ലാം ആരാണ്? ഈ ലോകത്തിലുള്ള സ്ത്രീകൾ തന്നെയാണ്. ഭർത്താവാരാണ്? അവരുടെ ഭർത്താക്കന്മാർ തന്നെ. അവസാനം പറഞ്ഞ എല്ലാം ഓർപ്പിപ്പിച്ചു. എന്താണ് ഇതിൻ്റെ അർത്ഥം? എല്ലാറ്റിലും ബ്രഹ്മത്തെയും, ബ്രഹ്മം ദ്വയമായിട്ടാണ് മാറിയത്, ശ്രീഹരിയും ഭഗവതിയും. അതാണ് എല്ലാമായി മാറിയത്, നമ്മളായിട്ട് മാറിയത്. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് 16,008 ഭാര്യമാരും ആ മഹാലക്ഷ്മിയുടെ അംശങ്ങളാണ്. 16,008 ഭർത്താക്കന്മാർ ശ്രീഹരിയുടെ അംശങ്ങളാണ്. ഈ തരത്തിൽ കാണണം. അത് തന്നെയാണ് തത്വമസി, അത് തന്നെയാണ് നീ കാണുന്നതെല്ലാം നീയാണ്. ദ്വയമായിട്ടാണ് ഉള്ളത്, ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ദർശിക്കുക.